ഹലോ ഓൾ, നമ്മുടെ കീം എക്സാമിന് ഏറ്റവും ഈസിയായി എങ്ങനെ സ്കോർ ചെയ്യാം എന്നതിനായി കെമിസ്ട്രിയിലെ കുറച്ച് അടിപൊളി ട്രിക്സുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ 3 കിടിലൻ ചാപ്റ്റേഴ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്റേഴ്സ് ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചാപ്റ്റേഴ്സ് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഹൈഡ്രോ കാർബൺസ്, ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അരീൻസ്, ആൽക്കഹോൾസ്, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സിൽ നമുക്ക് സ്കോർ വെയിറ്റേജ് ഒന്ന് നോക്കാം. 3 ചാപ്റ്റേഴ്സിനായി നമുക്ക് വ്യത്യസ്ത സെഷനുകളിൽ നടന്ന എക്സാമിനേഷന് ഹൈഡ്രോ കാർബൺസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് 2 മുതൽ 3 ക്വസ്റ്റ്യൻസ് വരെയാണ് നമുക്ക് ഓരോ സെഷനിലും കഴിഞ്ഞ 2024 ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഹാലോ ആൽക്കൈൻസ് നോക്കിക്കഴിഞ്ഞാൽ ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന ചാപ്റ്ററിൽ ഒരു സെഷൻ ഒഴികെ എല്ലാ സെഷനിലും നമുക്ക് പറയാം ഓരോ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ആൽക്കഹോൾ, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ് എന്ന ചാപ്റ്റർ കൺസിഡർ ചെയ്താൽ നോക്കിക്കേ 1ഉം 3ഉം സെഷനുകളിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ബാക്കി എല്ലാ സെഷനുകളിലും ഓരോ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമ്മുടെ ഈ 3 ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒഴിവാക്കാനാവാത്ത ചാപ്റ്റേഴ്സാണ്. ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഹൈഡ്രോ കാർബൺസിലെ ഏറ്റവും പ്രധാന കൺസെപ്റ്റുകൾ എന്തൊക്കെയെന്ന് നോക്കാം. അപ്പോൾ ഹൈഡ്രോ കാർബൺസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് ആൽക്കെയിൻസ്, ആൽക്കീൻസ്, ആൽക്കൈൻസ് ആൻഡ് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ, ഇത്രയും കൺസെപ്റ്റാണ്. ഓക്കെ, അതിലെ ഫസ്റ്റ് വൺ ആൽക്കെയിൻസ്. ഈ ആൽക്കെയിൻസിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ മെയിനായിട്ട് ആൽക്കെയിൻസിനെ പ്രിപ്പയർ ചെയ്യുന്നത് ആൽക്കീൻസ് അഥവാ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിൽ നിന്നാണ്. ഓക്കെ, ഈ ആൽക്കീൻസിനെ ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ വഴിയാണ് നമ്മൾ ആൽക്കൈൻസ് നിർമ്മിക്കുന്നത്. എന്താണ് ഹൈഡ്രോജനേഷൻ മീൻസ്? ആൽക്കീൻസിൻ്റെ അകത്തായിട്ട് ഹൈഡ്രോജൻ ആഡ് ചെയ്യും. അപ്പോൾ ഹൈഡ്രോജനേഷൻ റിയാക്ഷനിലെ കാറ്റലിസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ നിക്കൽ കാറ്റലിസ്റ്റ്, പ്ലാറ്റിനം, പലേഡിയം, ഇവർ 3 പേരാണ്. അപ്പോൾ ആൽക്കീൻസ് ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ നടത്തിയാൽ പ്രോഡക്റ്റ് നമുക്ക് പറയാം കറസ്പോണ്ടിങ് ആൽക്കൈൻസ് ആയിരിക്കും പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ആൽക്കീൻസിൻ്റെ ജനറൽ ഫോർമുല CnH2n, ജനറൽ ഫോർമുലയുള്ള ആൽക്കീൻസ് എല്ലാം നമുക്ക് പറയാം ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ നടന്ന് പ്രോഡക്റ്റ് CnH2n+2 ആൽക്കൈൻസ് ഫോം ചെയ്തു. ഓക്കെ, ഇവരുടെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷനാണ് വുഡ്സ് റിയാക്ഷൻ. എന്താണ് വുഡ്സ് റിയാക്ഷൻ? നോക്കിക്കേ, ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് ഹയ്യർ ആൽക്കൈൻസ് നിർമ്മിക്കുന്ന കെമിക്കൽ റിയാക്ഷനാണ് വുഡ്സ് റിയാക്ഷൻ. അതായത് ആൽക്കൈൽ ഹാലൈഡ് സോഡിയം മെറ്റലും ഡ്രൈ ഈതറായിട്ട് റിയാക്ട് ചെയ്താൽ ഈവൻ നമ്പർ കാർബണുള്ള ഹയ്യർ ആൽക്കൈൻസ് ആണ് നമുക്ക് വുഡ്സ് റിയാക്ഷൻ വഴി നിർമ്മിക്കുന്നത്. RX ആൽക്കൈൽ ഹാലൈഡ് സോഡിയം മെറ്റലും ഡ്രൈ ഈതർ ആണെങ്കിൽ പ്രോഡക്റ്റ് വിൽ ബി ഹയ്യർ ആൽക്കൈൻസ്. അപ്പോൾ ഈ വുഡ്സ് റിയാക്ഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വുഡ്സ് റിയാക്ഷൻ വഴി നിർമ്മിക്കാൻ പറ്റാത്ത ഒരേ ഒരു ആൽക്കൈനാണ് മീഥൈൻ. അപ്പോൾ മീഥൈൻ കനോട്ട് ബി പ്രിപ്പയർഡ് ബൈ വുഡ്സ് റിയാക്ഷൻ. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ പ്രത്യേകം ഓർത്തോണം. ഓക്കെ, ഇനി അടുത്ത ആൽക്കൈൻസിൻ്റെ പ്രിപ്പറേഷനിൽ 3ാമത്തെ കെമിക്കൽ റിയാക്ഷനായിട്ട് നമ്മൾ പഠിക്കുന്നത് കാർബോക്സിലിക് ആസിഡിൽ നിന്ന്. ഓക്കെ, അപ്പോൾ കാർബോക്സിലിക് ആസിഡിൽ നിന്ന് നമുക്ക് ആൽക്കൈൻസ് 2 മെത്തേഡ് വഴി നിർമ്മിക്കാം. 1ാമത്തെ മെത്തേഡാണ് ഡീകാർബോക്സിലേഷൻ. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുന്നതുകൊണ്ടാണ് കെമിക്കൽ റിയാക്ഷനെ നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്? ഡീകാർബോക്സിലേഷൻ. എങ്കിൽ എന്താണ് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ? സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിനെ സോഡ ലൈമായിട്ട് റിയാക്ട് ചെയ്യും. സോഡ ലൈം മീൻസ് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെയും കാൽഷ്യം ഓക്സൈഡിൻ്റെയും മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് സോഡ ലൈം. അപ്പോൾ ഈ റിയാക്ഷന് നമുക്ക് സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിനെ സോഡ ലൈമായിട്ട് റിയാക്ട് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കാർബോക്സിലിക് ആസിഡിൽ എത്ര കാർബൺ ഉണ്ടോ അതിനേക്കാളും 1 കാർബൺ കുറവുള്ള ആൽക്കൈൻ ആയിരിക്കും നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ബൈ പ്രോഡക്റ്റ് ആയിട്ട് സോഡിയം കാർബണേറ്റും ഫോം ചെയ്യും. ഓക്കെ, ഇതാണ് കാർബോക്സിലിക് ആസിഡിൽ നിന്നുള്ള ഫസ്റ്റ് പ്രിപ്പറേഷൻ. 2ാമത്തെ പ്രിപ്പറേഷൻ കോൾസ് ഇലക്ട്രോലിറ്റിക് മെത്തേഡാണ്. ഈ കോൾസ് ഇലക്ട്രോലിറ്റിക് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിൻ്റെ അക്വസ് സൊല്യൂഷനെ നമ്മൾ ഇലക്ട്രോളിസിസ് നടത്തും. ഇങ്ങനെ ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ നമുക്ക് ആനോഡിൽ മെയിൻ പ്രോഡക്റ്റ് ആയിട്ട് നമ്മുടെ ആൽക്കൈനും കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. കാഥോഡിൽ നമുക്ക് പ്രോഡക്റ്റായ സോഡിയം ഹൈഡ്രോക്സൈഡ്, നമുക്ക് സോഡിയം സാൾട്ട് ആണെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും ആയിരിക്കും കാഥോഡിലെ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യണത്. ഇനി നമ്മൾ പൊട്ടാസ്യം സാൾട്ട് വെച്ചാണ് പൊട്ടാസ്യം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിൻ്റെ അക്വസ് സൊല്യൂഷനെ ഇലക്ട്രോളിസിസ് നടത്തിയാൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും നമുക്ക് എവിടെ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യും? കാഥോഡിൽ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് RCOONA ഹൈഡ്രോളിസിസ് ചെയ്താൽ ആൽക്കൈനായ
ആൽക്കൈൻ കിട്ടി, NaOH പ്രോഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജൻ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചോണം, ആൽക്കൈൻസും കാർബൺ ഡൈ ഓക്സൈഡും ആയിരിക്കും ആനോഡിലെ പ്രോഡക്റ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും ആയിരിക്കും നമുക്ക് കാഥോഡിൽ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ആൽക്കൈൻസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക്, അപ്പോൾ ആൽക്കൈൻസിൻ്റെ പ്രധാന പ്രിപ്പറേഷൻസ് എല്ലാം നമ്മൾ പറഞ്ഞു. അടുത്ത ആൽക്കൈൻസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ബോയിലിംഗ് പോയിന്റ്. ഈ ആൽക്കൈൻസിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ജനറലി ഇവരുടെ മോളിക്കുലാർ മാസ് ഇൻക്രീസ് ചെയ്യുന്തോറും ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് പറയാം, കണ്ടോ, സ്ട്രെയിറ്റ് ചെയിൻ ആൽക്കൈൻസിൻ്റെ കേസിൽ ഇവരുടെ മോളിക്കുലാർ മാസ് കൂടിയാൽ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും? ഇൻക്രീസസ്. ഓക്കെ, എങ്കിൽ ഇവരുടെ ഐസോമർ കൺസിഡർ ചെയ്താൽ ഐസോമറിൻ്റെ പ്രത്യേകത എന്താണ്? ഒരേ മോളിക്കുലാർ മാസ് ആയിരിക്കും. ഐസോമറിൻ്റെ കേസിൽ നമുക്ക് പറയാൻ സാധിക്കും വെൻ ബ്രാഞ്ചിങ് ഇൻക്രീസസ് ബോയിലിംഗ് പോയിന്റ് ഡിക്രീസസ്. അപ്പം ഐസോമറിൻ്റെ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്, നിങ്ങൾക്ക് റീസണിങ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരുന്നതാണ്. കണ്ടോ, നമുക്ക് പറയാം ഐസോമേഴ്സിൻ്റെ കേസിൽ ബ്രാഞ്ചിങ് കൂടുന്തോറും, കണ്ടോ, ഒരേ മോളിക്കുലാർ മാസുള്ള കോമ്പൗണ്ട് അഥവാ ഐസോമർ കൺസിഡർ ചെയ്താൽ ബ്രാഞ്ചിങ് ഇൻക്രീസസ് ദെൻ ബോയിലിംഗ് പോയിന്റ് ഡിക്രീസസ്. ഓക്കെ, അപ്പം ബോയിലിംഗ് പോയിന്റ് എന്ന കൺസെപ്റ്റാണ് നമ്മുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റായിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, എങ്കിൽ ഇവരുടെ ആൽക്കൈൻസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കിയാൽ നമുക്ക് മെയിനായിട്ട് 7 റിയാക്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, സെക്കൻഡ് വൺ കമ്പസ്റ്റൻ റിയാക്ഷൻ, തേർഡ് വൺ കൺട്രോൾഡ് ഓക്സിഡേഷൻ, ഫോർത്ത് വൺ ഐസോമറൈസേഷൻ, ഫിഫ്ത്ത് വൺ റിയാക്ഷൻ വിത്ത് സ്റ്റീം ആയിട്ടുള്ള റിയാക്ഷൻ, സിക്സ്ത് വൺ അരോമാറ്റൈസേഷൻ ആൻഡ് ഫൈനലി പൈറോളിസിസ്. ഓക്കെ, അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അഥവാ ഇതിൻ്റെ മെക്കാനിസം ഫോളോ ചെയ്യണ ഫ്രീ റാഡിക്കൽ ചെയിൻ മെക്കാനിസം ആണ്, ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ റിയാക്ഷൻ ആണ്. അതായത് ആൽക്കൈൻസിനെ നമ്മൾ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഹാലജനായ ക്ലോറിനേഷൻ അഥവാ ബ്രോമിനേഷൻ റിയാക്ഷൻ കണ്ടക്ട് ചെയ്താൽ ആൽക്കൈൻസിലെ ഹൈഡ്രജൻ ആറ്റത്തെ റീപ്ലേസ് ചെയ്ത് ഹാലജനായ ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത് ഫ്രീ റാഡിക്കൽ ആയതുകൊണ്ട് നമ്മൾക്ക് പറയാൻ സാധിക്കും, കണ്ടോ, ഫ്രീ റാഡിക്കൽ ചെയിൻ മെക്കാനിസമാണ് ഇത് ഫോളോ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ആൽക്കൈനായ മീഥൈൻ ക്ലോറിനേഷൻ ചെയ്യാണ് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഒരു ഹൈഡ്രജൻ മാറി ക്ലോറിൻ വന്നു, CH3Cl+ HCl പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്തു. എങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2-methyl butadiene റിയാക്ടിങ് വിത്ത് ബ്രോമിൻ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഗീവ്സ് മെയിൻലി. നമുക്കൊന്ന് എഴുതി നോക്കാം. 2-methyl butadiene, ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ 4 കാർബൺ, ആൽക്കൈനായുണ്ട് സിംഗിൾ ബോണ്ട്, രണ്ടാമത്തെ കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ് CH3. 1 2 3. അപ്പോൾ ഇതാണ് നമ്മുടെ 2-methyl butadiene. ഈ 2-methyl butadiene ആരായിട്ടുള്ള കെമിക്കൽ റിയാക്ഷനാണ്? ബ്രോമിനായിട്ടുള്ള റിയാക്ഷനാണ് Br2 ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്, HNu, സൺലൈറ്റിൻ്റെ പ്രസൻസിൽ. അപ്പോൾ ഇവിടെ നമുക്കിത് 2-methyl butadiene ഇവിടെ ഡിഫറൻറ്റ് ഹൈഡ്രജൻ ഉണ്ട്, ഓരോ ഹൈഡ്രജനെയും റീപ്ലേസ് ചെയ്ത് ബ്രോമിൻ വരാം, നമുക്കിവിടെ ഡിഫറൻറ്റ് പ്രോഡക്റ്റ് കിട്ടാം. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മെയിൻ പ്രോഡക്റ്റ് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു ഇവിടെ ഫോളോ ചെയ്യുന്ന മെക്കാനിസം ഫ്രീ റാഡിക്കൽ ചെയിൻ മെക്കാനിസമാണ്. അപ്പോൾ റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നമ്മുടെ ഫ്രീ റാഡിക്കൽസ് ആണ് വരുന്നത്. ഈ ഫ്രീ റാഡിക്കൽസിൽ മോർ സ്റ്റേബിൾ ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ എവിടെയാണോ ആ ഹൈഡ്രജൻ ആയിരിക്കും റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ആദ്യത്തെ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്താൽ പ്രൈമറി ഫ്രീ റാഡിക്കലാണ് ഫോം ചെയ്യണത്. പക്ഷേ രണ്ടാമത്തെ ഈ ഒരു കാർബണിലെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്താൽ നോക്കിക്കേ, ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന കാർബൺ, കണ്ടോ, ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്ന ഒരു ടേർഷറി ഫ്രീ റാഡിക്കൽ ആയിരിക്കും. അതുകൊണ്ട് മോർ സ്റ്റേബിൾ ആയിട്ടുള്ള ഫ്രീ റാഡിക്കലിൻ്റെ ഫോർമേഷനാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം മെയിൻ പ്രോഡക്റ്റ് അഥവാ മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കണ്ടോ, ഈ രണ്ടാമത്തെ കാർബണിലെ ഹൈഡ്രജൻ പോയാൽ ഒരു ടേർഷറി ഫ്രീ റാഡിക്കലാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് ബ്രോമിൻ വരും. പ്രോഡക്റ്റ് എന്ത് പറയാം? CH3, കണ്ടോ, ഹൈഡ്രജൻ മാറി ബ്രോമിൻ വന്നു, CH3 CH2 CH3. ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഒരു ഹൈഡ്രജനും ഒരു ബ്രോമിനും തമ്മിൽ HBr. അപ്പോൾ പ്രോഡക്റ്റ് ആര് വന്നു? 2-bromo 2-methyl butadiene. നമ്മുടെ ഏത് ഓപ്ഷൻ? ബി ഓപ്ഷൻ, 2-bromo 2-methyl butadiene. കണ്ട, ഏറ്റവും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ,
ഇനി ആൽക്കൈൻസിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട റിയാക്ഷനാണ് ഐസോമറൈസേഷൻ. എന്താണ് ഐസോമറൈസേഷൻ? സ്ട്രേറ്റ് ചെയിൻ ആൽക്കൈൻസിനെ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡും HCl ആയിട്ട് റിയാക്ട് ചെയ്ത് ബ്രാഞ്ചഡ് ചെയിൻ ആൽക്കൈൻ ആകുന്ന കെമിക്കൽ റിയാക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? ഐസോമറൈസേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി അടുത്ത ആൽക്കീൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ആൽക്കീൻസ് നമ്മുടെ രണ്ടാമത്തെ കണ്ട കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ട് വന്നിരുന്ന അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കീൻസ്. അപ്പോൾ ആൽക്കീൻസിൻ്റെ പ്രിപ്പറേഷൻ കൺസിഡർ ചെയ്താൽ 4 കെമിക്കൽ റിയാക്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഫ്രം ആൽക്കൈൻസ്, സെക്കൻഡ് വൺ ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ്, തേർഡ് വൺ ഡീഹാലജനേഷൻ ഓഫ് വിസിനൽ ഡൈഹാലൈഡ്സ് ആൻഡ് ഫോർത്ത് വൺ ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾസ്. അപ്പോൾ ഈ 4 കെമിക്കൽ റിയാക്ഷനിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട റിയാക്ഷനായ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, ഫ്രം ആൽക്കൈൻസ്. അപ്പോൾ ആൽക്കൈൻസിൽ നിന്ന് എങ്ങനെയാണ് ആൽക്കീൻസ് നിർമ്മിക്കുന്നത്? നമുക്കറിയാം ആൽക്കൈൻസ് ഒരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ്. അതിനെ ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ നടത്തിയാൽ പ്രോഡക്റ്റ് ആൽക്കീൻസ് ഫോം ചെയ്യും. അപ്പോൾ അതേ ആൽക്കൈൻസിൻ്റെ അകത്തായിട്ട് ഹൈഡ്രോജനേഷൻ അഥവാ റിഡക്ഷൻ നടത്തിയാണ്. ഈ റിഡക്ഷൻ തന്നെ നമ്മൾ 2 സ്പെഷ്യൽ കേസസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൽക്കൈൻസിനെ ലിൻലേസ് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ റിഡക്ഷൻ നടത്തിയാണ്. അപ്പോൾ എന്താണ് ലിൻലേസ് കാറ്റലിസ്റ്റ്? പ്രത്യേകം നോക്കിക്കോണം. പാർഷ്യലി ഡീആക്ടിവേറ്റഡ് പലേഡൈസ്ഡ് ചാർക്കോളിനെ വിളിക്കുന്ന പേരാണ് ലിൻലേസ് കാറ്റലിസ്റ്റ്. ഇപ്പോൾ കണ്ടോ, പാർഷ്യലി ഡീആക്ടിവേറ്റഡ് പലേഡൈസ്ഡ് ചാർക്കോളിനെ ലിൻലേസ് കാറ്റലിസ്റ്റ് എന്ന് വിളിക്കാം. ആൽക്കൈൻസ് ലിൻലേസ് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ റിഡക്ഷൻ നടന്നാൽ പ്രോഡക്റ്റ് വിൽ ബി സിസ് ആൽക്കീൻ. അതായത് ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒരേ സൈഡിൽ കണ്ടോ, HHും സെയിം സൈഡിൽ, R സെയിം സൈഡിൽ കണ്ടോ, സിസ് ആൽക്കീൻ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യും. ഇതേ സെയിം ആൽക്കൈൻസ് നമുക്ക് പറയാം സോഡിയം ഇൻ ലിക്വിഡ് അമോണിയയുടെ പ്രസൻസിൽ റിഡക്ഷൻ നടന്നാൽ പ്രോഡക്റ്റ് വിൽ ബി ട്രാൻസ് ആൽക്കീൻ ആയിരിക്കും. ദേ നോക്കിക്കേ, ഹൈഡ്രജൻ രണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ വന്നു കണ്ടോ. ജോമെട്രിക്കൽ ഐസോമേഴ്സ് ആയ സിസും ട്രാൻസും ആണ് കണ്ടോ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്തത്. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെമിക്കൽ റിയാക്ഷനാണ്. ഓക്കെ, എങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം, വെൻ ബ്യൂട്ടിറ്റ്യൂഐൻ ഈസ് ട്രീറ്റഡ് വിത്ത് സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ. ഇവിടെ പ്രത്യേകം നമുക്കറിയാം സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ, നമ്മളിപ്പോൾ പറഞ്ഞു ആൽക്കൈൻസ് സോഡിയം ഇൻ ലിക്വിഡ് അമോണിയയുടെ പ്രസൻസിലാണ് റിഡക്ഷൻ അഥവാ ഹൈഡ്രോജനേഷൻ നടത്തിയാൽ പ്രോഡക്റ്റ് ആരാണ്? ട്രാൻസ് ആൽക്കീനാണ് ഫോം ചെയ്യണം. അപ്പോൾ ബ്യൂട്ടിറ്റ്യൂഐൻ എന്ത് ഫോം ചെയ്യും? നമുക്ക് ഈസി ആയിട്ട് പറയാം, പ്രോഡക്റ്റ് വിൽ ബി ട്രാൻസ് ബ്യൂട്ടിറ്റ്യൂയിൻ അല്ലെങ്കിൽ ട്രാൻസ് 2-ബ്യൂട്ടീൻ ആയിരിക്കും നമുക്ക് മേജർ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ എല്ലാവരും? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ആൽക്കീൻസിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കൺസെപ്റ്റാണ് ഇവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസിലെ 2 പ്രധാനപ്പെട്ട കെമിക്കൽ റിയാക്ഷനാണ് അഡീഷൻ റിയാക്ഷൻ. ആൽക്കീൻസ് മെയിനായിട്ട് നൽകുന്ന ഒരു കെമിക്കൽ റിയാക്ഷനാണ് അഡീഷൻ റിയാക്ഷൻ. സെക്കൻഡ് വൺ ഓക്സിഡേഷൻ റിയാക്ഷൻ. ഇതിലെ ഓക്സിഡേഷൻ റിയാക്ഷൻ കൺസിഡർ ചെയ്താൽ ആൽക്കീൻസിൻ്റെ പ്രത്യേകത, ആൽക്കീൻസ് നമ്മുടെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റായ പൊട്ടാസ്യം പെർമാംഗനേറ്റും അല്ലെങ്കിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആയിട്ട് ആസിഡിക് മീഡിയത്തിൽ റിയാക്ട് ചെയ്താൽ പ്രോഡക്റ്റ് വിൽ ബി ആസിഡ് അല്ലെങ്കിൽ കീറ്റോൺസ് ആയിരിക്കും. അത് അവരുടെ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഒരു സ്ട്രേറ്റ് ചെയിൻ ആൽക്കീൻ ആണെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് എപ്പോഴും ഫോം ചെയ്യുന്നത് ആസിഡ് ആയിരിക്കും. ദേ നോക്കിക്കേ, പ്രൊപ്പീൻ കണ്ടോ, പൊട്ടാസ്യം പെർമാംഗനേറ്റും അസിഡിക് മീഡിയത്തിൽ റിയാക്ട് ചെയ്താൽ ആ ഡബിൾ ബോണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ഉണ്ട്. 2 കാർബണുള്ള ആസിഡായ എഥനോയിക് ആസിഡും ഫോം ചെയ്തു. പിന്നെ പ്രത്യേകം ശ്രദ്ധിച്ചോണം, ടെർമിനൽ ആൽക്കീൻസ് ആണെങ്കിൽ ഒരു പ്രോഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ ഓക്സിഡേഷൻ നടന്ന് കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകും, ഹൈഡ്രജൻ ഓക്സിഡേഷൻ നടന്ന് വാട്ടറും ഫോം ചെയ്യും. ഓക്കെ അല്ലേ? എങ്കിൽ ഇതിലെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷനാണ് ഓസോണോളിസിസ്. നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഓസോണോളിസിസ് നമുക്ക് റിയാക്ഷൻ എന്ന് നോക്കാം. ഇവിടെ ആൽക്കീൻ, എന്താണ് ഓസോണോളിസിസ് എന്ന് വെച്ചാൽ ആൽക്കീൻ ഓസോണായിട്ട് റിയാക്ട് ചെയ്ത് ഓസോണൈഡ് എന്നൊരു കോമ്പൗണ്ട് ഫോം ചെയ്യും. അതിനെ സിങ്കും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ അതിൻ്റെ പ്രസൻസിൽ റിഡക്ഷൻ നടത്തിയാൽ ഫൈനലി നമുക്ക് ആൽഡിഹൈഡ് അഥവാ കീറ്റോൺസ് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യും. അപ്പോൾ ആൽക്കീൻസിൽ നിന്ന് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺസിൻ്റെ പ്രിപ്പറേഷനാണ് ഏത് റിയാക്ഷൻ എന്ന് പറയുന്ന ഓസോണോളിസിസ് റിയാക്ഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ദേ നോക്കിക്കേ, നമ്മുടെ 2-മീഥൈൽ പ്രൊപ്പീൻ എന്ന കണ്ട ആൽക്കീൻ ഓസോണോളിസിസ് നടത്തിയാൽ ഓസോണോളിസിസിൻ്റെ പ്രോഡക്റ്റ് കിട്ടാൻ നിങ്ങൾക്കൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. അതായത് നമുക്ക് ഈസി ആയിട്ട് പ്രോഡക്റ്റ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഡബിൾ ബോണ്ട് മാറ്റുക. ഡബിൾ ബോണ്ടിൻ്റെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ലെഫ്റ്റ് സൈഡിലെ ആ കാർബണിലും ഓക്സിജൻ കൊടുക്കുക, റൈറ്റ് സൈഡിലെ കാർബണിലും ഓക്സിജൻ കൊടുക്കുക. അപ്പോൾ ദേ നോക്കിക്കുക, പ്രോഡക്റ്റ് ആര് വരും? CH3 CO CH3
പ്ലസ് രണ്ടാമത്തെ പ്രോഡക്റ്റ് കണ്ട റൈറ്റ് സൈഡിലെ കാർബണിൽ ഓക്സിജൻ കൊടുത്താൽ CH2O. CH2Oനെ നമുക്ക് എന്ത് വിളിക്കാം? HCHO അഥവാ മെഥനാൽ അല്ലെങ്കിൽ ഫോർമാൽഡിഹൈഡ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ കണ്ട ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റിയാക്ഷനാണ്. ഇതിലെ മറ്റൊരു റിയാക്ഷനാണ് പോളിമറൈസേഷൻ റിയാക്ഷൻ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്കൊരു ചോദ്യം, 2-മീഥൈൽ ബ്യൂട്ട്-1-നെ ഓസോണോളിസിസ് നടത്തിയാൽ കിട്ടുന്ന പ്രോഡക്റ്റ് ആരൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 2-മീഥൈൽ ബ്യൂട്ട്-1-നെ, അപ്പോൾ ബ്യൂട്ട്-1 എന്നാണ് പറഞ്ഞിരിക്കുന്നത് 4 കാർബൺ. ഓക്കെ, രണ്ടാമത്തതിൽ മീഥൈൽ. ബ്യൂട്ട്-1 എന്ന് പറയുമ്പോൾ ഒന്നാമത്തതിലാണ് ഡബിൾ ബോണ്ട്. ഓക്കെ, ബ്യൂട്ട്-1 ബാക്കി എല്ലാം സിംഗിൾ ബോണ്ട്. രണ്ടാമത്തതിൽ മീഥൈൽ. ഇനി നമുക്ക് ഹൈഡ്രജൻ കൊടുക്കുക. ഇവിടെ രണ്ടും പോയിട്ട് 2 ഹൈഡ്രജൻ, 1 2 3 4. ഇവിടെയും രണ്ടും പോയിട്ട് 2 ഹൈഡ്രജൻ. ഈ കാർബണിൽ ഒരു വാലൻസി പോയിട്ട് 3 ഹൈഡ്രജൻ. അപ്പോൾ ഇതാണ് നമ്മുടെ 2-മീഥൈൽ ബ്യൂട്ട്-1. അപ്പോൾ ഇതിനെ ഓസോണോളിസിസ് നടത്താം. ഓക്കെ, അപ്പോൾ ഓസോണോളിസിസ് നടത്തിയാണ്. കണ്ടോ, O3 സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ. നമുക്ക് ഈസി ട്രിക്ക് നമുക്ക് എങ്ങനെ പ്രോഡക്റ്റ് എഴുതാം? നിങ്ങൾ ആ ഡബിൾ ബോണ്ട് മാറ്റുക. ഡബിൾ ബോണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഓക്സിജൻ കൊടുക്കുക, റൈറ്റ് സൈഡിൽ ഓക്സിജൻ കൊടുക്കുക. അപ്പോൾ അതേ ലെഫ്റ്റ് സൈഡിൽ ഡബിൾ ബോണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഓക്സിജൻ കൊടുത്താൽ CH2O. CH2Oനെ വിളിക്കുന്ന പേരാണ് HCHO. ഓക്കെ, പ്ലസ് അടുത്ത പ്രോഡക്റ്റ് റൈറ്റ് സൈഡിൽ ഓക്സിജൻ കൊടുത്താൽ എന്ത് കിട്ടും? CH3 സിംഗിൾ ബോണ്ട് CO, CH2 CH3. കണ്ടോ, ബ്യൂട്ടനോണും കിട്ടി. അപ്പോൾ ഒരു പ്രോഡക്റ്റ് കണ്ട 4 കാർബണുള്ള കീറ്റോൺ ബ്യൂട്ടനോണും കിട്ടി, മെഥനാലും കിട്ടി. അപ്പോൾ ഓപ്ഷൻ നോക്കിയാൽ ഏത് ഓപ്ഷൻ വരും? ബ്യൂട്ടനോൺ ആൻഡ് മെഥനാൽ, C ഓപ്ഷൻ, തേർഡ് വൺ. ഓക്കെ അല്ലേ? അപ്പോൾ ഓസോണോളിസിസ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷനാണ്. ഓക്കെ, അപ്പോൾ ആൽക്കൈൻസിൻ്റെ എല്ലാ റിയാക്ഷൻസും നമ്മൾ പറഞ്ഞു. അടുത്ത ആൽക്കൈൻസിലായിട്ട് കൺസിഡർ ചെയ്താൽ ആൽക്കൈൻസിൻ്റെ പ്രിപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കാൽഷ്യം കാർബൈഡ്. ഓക്കെ, കാൽഷ്യം കാർബൈഡിനെ ഹൈഡ്രോളിസിസ് ചെയ്താൽ ആൽക്കൈനായ ഈഥൈൻ നമുക്ക് കിട്ടും. ഇതാണ് ഈഥൈൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ആൽക്കൈൻസിൻ്റെ കെമിക്കൽ റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് നമ്മുടെ ആൽക്കൈൻസിൻ്റെ അസിഡിറ്റി. ഇതിൽ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ടെർമിനൽ ആൽക്കൈൻസ് ആണ് ഏത് നേച്ചർ? അസിഡിക് നേച്ചർ. അതായത് ഒന്നാമത്തെ പൊസിഷനിൽ ട്രിപ്പിൾ ബോണ്ട് വരുന്ന ആൽക്കൈൻസ് എല്ലാവരും തന്നെ അസിഡിക് നേച്ചർ ആയിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവർ അസിഡിക് നേച്ചർ ഉള്ളതുകൊണ്ട് ടെർമിനൽ ആൽക്കൈൻസ് നമുക്ക് പറയാം സോഡിയം അതുപോലെ തന്നെ സോഡമൈഡായിട്ടൊക്കെ റിയാക്ട് ചെയ്യും. ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് സോഡിയം വരും ബൈ പ്രോഡക്റ്റ് ആയിട്ട്. കണ്ടോ, സോഡിയമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് കണ്ടോ മെറ്റൽസ് ആസിഡായിട്ട് റിയാക്ട് ചെയ്താൽ കണ്ടോ സാൾട്ടും ഹൈഡ്രജൻ ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇവർ ടെർമിനൽ ആൽക്കൈൻസ് അസിഡിക് നേച്ചർ ഉള്ളതുകൊണ്ട് ഈ ടെർമിനൽ ആൽക്കൈൻസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവർ അമോണിയേക്കൽ സിൽവർ നൈട്രേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റും ഫോം ചെയ്യും. അപ്പോൾ ആൽക്കൈൻസിൻ്റെ അസിഡിറ്റി നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഒരു ആൽക്കൈനും ആൽക്കൈൻസും തന്നാൽ നമുക്ക് പറയാം എസ് ക്യാരക്ടർ ആർക്കാണോ ഏറ്റവും കൂടുതൽ അവർക്കായിരിക്കും അസിഡിറ്റി കൂടുതൽ. അതുകൊണ്ട് ആൽക്കൈൻസിലാണ് എസ് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ, ദെൻ ആൽക്കീൻ. അതുകൊണ്ട് ഏറ്റവും ലീസ്റ്റ് അസിഡിക് ആരായിരിക്കും? ആൽക്കൈൻസ് ആയിരിക്കും. ഓക്കെ, ഇനി ആൽക്കൈൻസിൽ തന്നെ ടെർമിനൽ ആൽക്കൈൻസ് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിലെ ഹൈഡ്രജൻ കൂടുന്തോറും അസിഡിറ്റി കൂടും. അതുകൊണ്ട് പ്രൊപ്പൈൻ ഈസ് മോർ അസിഡിക് ദാൻ ഈഥൈൻ. ആ ഒരു കൺസെപ്റ്റും എല്ലാവരും നന്നായിട്ട് നോക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് നോക്കാം. നമ്മുടെ കീം എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ദ കോമ്പൗണ്ട് എക്സ് റിയാക്ട് വിത്ത് അമോണിയേക്കൽ സിൽവർ നൈട്രേറ്റ് ടു ഗീവ് എ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആൻഡ് ഓൺ ഓക്സിഡേഷൻ വിത്ത് ഹോട്ട് ആൽക്കലൈൻ KMnO4 ഗീവ്സ് ആസിഡ്. ദെയർഫോർ എക്സ് ഈസ്, നമ്മൾ കുറച്ചു മുമ്പ് പ്രത്യേകം പറഞ്ഞു അമോണിയേക്കൽ സിൽവർ നൈട്രേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ അവർ ടെർമിനൽ ആൽക്കൈൻ ആയിരിക്കണം. അപ്പം നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷനിൽ ആൽക്കൈൻ അല്ല. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷനിൽ കിടക്കുന്ന ആൾ ഒരു ടെർമിനൽ ആൽക്കൈൻ ആണ്. സി മൂന്നാമത്തെ ഓപ്ഷനിൽ കിടക്കുന്നതും ടെർമിനൽ ആൽക്കൈൻ ആണ്. ഡിയും ഇയും ടെർമിനൽ ആൽക്കൈൻസ് അല്ല. അപ്പോൾ ബിയും സിയും നമുക്ക് നോക്കാം. ഇവിടെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിയും സിയും നമുക്കറിയാം അമോണിയേക്കൽ സിൽവർ നൈട്രേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അതിൽ തന്നെ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടേണ്ടത് CH3 ട്വൈസ് CHCOOH. ഇതേ നമ്മുടെ ബി നമുക്കൊന്ന് ഓക്സിഡേഷൻ ചെയ്താൽ കിട്ടുന്നത് ആരാണ്? CH3. ബി ആണെങ്കിൽ CH2 രണ്ടെണ്ണം ഉണ്ട്, CH2 COOH. ഇതാണോ കിട്ടിയത്? CH3 ട്വൈസ് CHCOOH ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതല്ല. ഇനി CA നോക്കിക്കഴിഞ്ഞാൽ സി ഓപ്ഷനിലുള്ളത് CH കണ്ടോ, ട്രിപ്പിൾ ബോണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആ കാർബൺ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ CH3 ട്വൈസ് ഓക്സിഡേഷൻ നടന്നാൽ CH.
ഈ കാർബൺ ഓക്സിഡേഷൻ നടന്നാൽ COOH. അപ്പോൾ അതേ ആൻസർ നമുക്ക് കിട്ടി. പ്രോഡക്റ്റ് ഏതേ വരുവുള്ളൂ? CA വരുവുള്ളൂ. ഓക്കെ അല്ലേ? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൽക്കൈൻസും കംപ്ലീറ്റ് ആയി. ഏറ്റവും ലാസ്റ്റ് നമ്മൾ പഠിക്കുന്നത് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ആണ്. ഓക്കെ, അപ്പോൾ അരോമാറ്റിക് ഹൈഡ്രോ കാർബണായ ബെൻസീൻ്റെയും പ്രിപ്പറേഷൻസും കെമിക്കൽ റിയാക്ഷൻസും ആണ്. അപ്പോൾ ബെൻസീൻ, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ബെൻസീൻ്റെ ഒരു പ്രിപ്പറേഷനാണ് ഈതൈൻ അഥവാ ആൽക്കൈനായ അസറ്റിലിൽ നിന്നാണ് നമ്മൾ ബെൻസീൻ നിർമ്മിക്കുന്നത്. ഈ ഈതൈനെ റെഡ് ഹോട്ട് അയൺ ട്യൂബിൻ്റെയും 773 കെൽവിൻ സൈക്ലിക് പോളിമറൈസേഷൻ ചെയ്താൽ പ്രോഡക്റ്റ് വിൽ ബി ആര് കിട്ടും? നമുക്ക് ബെൻസീൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഈ ബെൻസീൻ്റെ മറ്റൊരു പ്രിപ്പറേഷനാണ് നമ്മുടെ ആൽക്കഹോളായ ഫിനോളിൽ നിന്ന്. അതായത് ഫിനോള് സിങ്ക് ഡസ്റ്റ്, സിങ്ക് ഇവിടെ ഒരു റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യണം. ഫിനോള് സിങ്ക് ആയിട്ട് റിയാക്ട് ചെയ്താൽ, സിങ്ക് ഡസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്താൽ സിങ്കും ഫിനോളിലെ ഓക്സിജനും തമ്മിൽ സിങ്ക് ഓക്സൈഡും ഫോം ചെയ്യും. പ്രോഡക്റ്റ് നമുക്ക് ആര് കിട്ടി? കണ്ടോ? ബെൻസീൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് നമ്മുടെ ബെൻസീൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പ്രിപ്പറേഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കൺസെപ്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, എങ്കിൽ അടുത്ത ചാപ്റ്ററായ ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന ചാപ്റ്ററിലെ നിങ്ങളുടെ കീമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റും ക്വസ്റ്റ്യൻസും എന്തൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അരീൻസിൽ നമ്മൾ ഹാലോ ആൽക്കൈൻസിൻ്റെ ഹാലോ അരീൻസിൻ്റെയും പ്രിപ്പറേഷൻസും കെമിക്കൽ റിയാക്ഷൻസും ഇത്രയും കൺസെപ്റ്റാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അതിൽ തന്നെ ഹാലോ ആൽക്കൈൻസിൻ്റെ പ്രിപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ആൽക്കഹോൾസിൽ നിന്ന് നിർമ്മിക്കാം. നിങ്ങൾ ആൽക്കഹോൾസ് PCl3, PCl5, തൈനിൽ ക്ലോറൈഡ് ഈ കോമ്പൗണ്ട്സ് ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് നിർമ്മിക്കാം. ആൽക്കീൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ആൽക്കീൻസിൻ്റെ അകത്തായിട്ട് ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽ ഹാലോജനേഷൻ. ഓക്കെ, ഹൈഡ്രജൻ ഹാലൈഡിൻ്റെ അഡീഷൻ, മാർക്കോണിക്കോസ് റൂൾ എല്ലാം നിങ്ങൾ പഠിച്ച ഒരു കൺസെപ്റ്റാണ്, പ്രത്യേകം നോക്കിക്കോണം. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ് ഹാലജൻ എക്സ്ചേഞ്ച്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നെയിമിംഗ് റിയാക്ഷനാണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ ആൻഡ് സ്വാർട്സ് റിയാക്ഷൻ. എന്താണ് ഫിംഗൽസ്റ്റീൻ എന്ന് നിങ്ങൾക്കറിയാലോ? ക്ലോറോ ആൽക്കൈൻ അഥവാ ബ്രോമോ ആൽക്കൈനിൽ നിന്ന് അയഡോ ആൽക്കൈൻ്റെ പ്രിപ്പറേഷനാണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. സോഡിയം അയഡൈഡും അസറ്റോണുമാണ് നമ്മളവിടെ റിയേജൻ്റ് ആയിട്ട് യൂസ് ചെയ്യണം. മറ്റൊരു കെമിക്കൽ റിയാക്ഷൻ സ്വാർട്സ് റിയാക്ഷനിൽ നമ്മൾ ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കൈനിൽ നിന്ന് ഫ്ലൂറോ ആൽക്കൈൻസ് ആണ് നിർമ്മിക്കുന്നത്. ഫ്ലൂറോ ആൽക്കൈൻ നിർമ്മിക്കാൻ നമ്മൾ ഇതിനെ സിൽവർ ഫ്ലൂറൈഡ് ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് റിയാക്ഷൻസും നോക്കിക്കോണം. ഓക്കെ, എങ്കിൽ ഹാലോ ആൽക്കൈൻസിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ഹാലോ അരീൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഹാലോ അരീൻസ് നോക്കിക്കഴിഞ്ഞാൽ ഹാലോ അരീൻസിൻ്റെ പ്രിപ്പറേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷനാണ് നമ്മുടെ അമീൻസി എന്നുള്ള പ്രിപ്പറേഷൻ. അപ്പോൾ അമീൻസിൽ നിന്ന് നമ്മൾ ഉള്ള പ്രിപ്പറേഷൻ സാൻമേസ് റിയാക്ഷൻ എന്നാണ് വിളിക്കണം. അപ്പോൾ എന്താണ് സാൻമേസ് റിയാക്ഷൻ? നമ്മൾ ചെയ്യുന്നത് ആദ്യം അരോമാറ്റിക് പ്രൈമറി അമീനായ നമ്മുടെ അനിലിൻ. അപ്പോൾ ഒരു അരോമാറ്റിക് പ്രൈമറി അമീനാണ് ആരെന്ന് പറയണത്? അനിലിൻ. അപ്പോൾ അരോമാറ്റിക് പ്രൈമറി അമീനായ അനിലിനെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഡയസറ്റൈസേഷൻ ആണ്. കണ്ടോ? അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻ്റെ പേരാണ് ഡയസറ്റൈസേഷൻ. കണ്ടോ? ആ റിയാക്ഷൻ നമുക്ക് എന്ത് വിളിക്കാം? ഡയസറ്റൈസേഷൻ റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഡയസറ്റൈസേഷൻ. അപ്പോൾ ഫസ്റ്റ് എന്താണ് ഡയസറ്റൈസേഷൻ എന്ന് ചോദിച്ചാൽ അനിലിനെ സോഡിയം നൈട്രേറ്റും ഹൈഡ്രജൻ ഹാലൈഡായ HCl അഥവാ HBr ആയിട്ട് റിയാക്ട് ചെയ്യാണ് ഐസ് കോൾഡ് കണ്ടീഷനായ 273 to 278 കെൽവിൻ. അപ്പോൾ പ്രോഡക്റ്റ് നമുക്ക് കണ്ട ബെൻസീൻ ഡയസോണിയം സാൾട്ട് കിട്ടും. ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഡയസറ്റൈസേഷൻ. ഈ കിട്ടിയ ബെൻസീൻ ഡയസോണിയം സാൾട്ടിനെ കുപ്രസ് ക്ലോറൈഡും HCl അല്ലെങ്കിൽ കുപ്രസ് ബ്രോമൈഡും HBr ആയിട്ട് റിയാക്ട് ചെയ്താൽ കുപ്രസ് ക്ലോറൈഡ് ആണെങ്കിൽ ക്ലോറോ ബെൻസീനും കിട്ടും, കുപ്രസ് ബ്രോമൈഡും HBr ആണെങ്കിൽ ബ്രോമോ ബെൻസീനും കിട്ടും. ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് സാൻമേസ് റിയാക്ഷൻ. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും പഠിക്കാമല്ലോ, ഈസി ആയിട്ടുള്ള റിയാക്ഷനാണ്. ഓക്കെ, എങ്കിൽ അടുത്ത ഹാലോ അരീൻസിൻ്റെയും ഹാലോ ആൽക്കൈൻസിൻ്റെയും നമ്മൾ പ്രിപ്പറേഷൻസ് കഴിഞ്ഞു. എങ്കിൽ ഹാലോ ആൽക്കൈൻസിൻ്റെയും ഹാലോ അരീൻസിൻ്റെയും കെമിക്കൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യാം. ഇവരുടെ കെമിക്കൽ റിയാക്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷനാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ എന്താണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് അഥവാ നെഗറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ് ആണ് ന്യൂക്ലിയോഫൈൽ. അതായത് ഹാലോ ആൽക്കൈൻസിലെ ഹൈഡ്രജൻ ആറ്റത്തെ റീപ്ലേസ് ചെയ്ത്
ഹാലോ ആൽക്കൈൻസിലെ ഹൈഡ്രജൻ അല്ല ഹാലജൻ ആറ്റത്തെ റീപ്ലേസ് ചെയ്ത് ന്യൂക്ലിയോഫൈൽ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. എങ്കിൽ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അതായത് ഈ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ 2 മെക്കാനിസമാണ് ഫോളോ ചെയ്യുന്നത്. SN2 മെക്കാനിസം അഥവാ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ മെക്കാനിസം. സെക്കൻഡ് വൺ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ മെക്കാനിസം. ഓക്കെ, അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട SN1 മെക്കാനിസം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കേ, SN1 മെക്കാനിസത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ SN1 മെക്കാനിസത്തിൻ്റെ പ്രത്യേകത ഇതൊരു 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. അതായത് SN1 എന്ന് പറയുമ്പോഴേ ശ്രദ്ധിച്ചോണം, റേറ്റ് ഓഫ് റിയാക്ഷൻ ഇവിടെ ആൽക്കൈൽ ഹാലൈഡിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ന്യൂക്ലിയോഫൈലിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് SN1 നമുക്ക് പറയാം ഓർഡർ ഈക്വൽ ടു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഫസ്റ്റ് ഓർഡർ ആണെങ്കിലും അത് 2 സ്റ്റെപ്പായിട്ട് നടക്കണം. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ ആൽക്കൈൽ ഹാലൈഡിലെ കാർബൺ ഹാലജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. അതൊരു സ്ലോ ആൻഡ് റിവേഴ്സിബിൾ പ്രോസസ്സാണ്. കാർബൺ ഹാലജൻ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കണ്ടോ കാർബോ കാറ്റയോൺ ഫോം ചെയ്യുന്നു. ഈ കാർബോ കാറ്റയോണെ അടുത്ത സ്റ്റെപ്പിൽ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ കാർബോ കാറ്റയോണെ നമുക്ക് പറയാം നെഗറ്റീവ് ചാർജുള്ള ന്യൂക്ലിയോഫൈൽ വന്ന് എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പ്രോഡക്റ്റ് നമുക്ക് കണ്ടോ ഇവിടെ കണ്ടോ പ്രോഡക്റ്റ് ഇവിടെ ഒരു ആൽക്കഹോളാണ് നമുക്കിവിടെ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്തത്. അപ്പം കണ്ടോ ഹാലജനായ ബ്രോമിൻ മാറി ന്യൂക്ലിയോഫൈലായ OH ഇവിടെ ഫൈനലി വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഈ റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കോ ഒരു ടേർഷറി ആൽക്കൈൽ ഹാലൈഡ് കണ്ടോ ഒരു ടേർഷറി കാർബോ കാറ്റയോൺ ഫോം ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ ഈ ടേർഷറി കാർബോ കാറ്റയോണെ നെഗറ്റീവ് ചാർജുള്ള ന്യൂക്ലിയോഫൈൽ വന്ന് നമുക്ക് പ്രോഡക്റ്റായ ആൽക്കഹോളും കിട്ടി. ഓക്കെ, അപ്പോൾ SN1 മെക്കാനിസം കണ്ടോ ഇവിടെ റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് ആയ കാർബോ കാറ്റയോണാണ് നമുക്ക് ഫോം ചെയ്തത്. അപ്പോൾ ഈ കാർബോ കാറ്റയോണിൻ്റെ ഫോർമേഷനിൽ നിന്ന് നമുക്ക് പറയാം ഗ്രേറ്റർ ദ സ്റ്റെബിലിറ്റി ഓഫ് കാർബോ കാറ്റയോൺ ഗ്രേറ്റർ ഈസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. അതായത് ഏത് കാർബോ കാറ്റയോൺ ആണോ സ്റ്റെബിലിറ്റി കൂടുതൽ ആ ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കും SN1 മെക്കാനിസം നമുക്ക് ഏറ്റവും ഫാസ്റ്ററായിട്ട് നൽകുന്ന. അപ്പോൾ കാർബോ കാറ്റയോൺ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പ്രൈമറി സെക്കൻഡറി ടേർഷറി കാർബോ കാറ്റയോണിൽ ടേർഷറി കാർബോ കാറ്റയോൺ ആണ് മോർ സ്റ്റേബിൾ. അതുകൊണ്ട് SN1 മെക്കാനിസം എപ്പോഴും ടേർഷറി ആൽക്കൈൽ ഹാലൈഡ്സിനായിരിക്കും റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ. ഓക്കെ അല്ലേ? അതുകൊണ്ട് ടേർഷറി ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കും SN1 ഫാസ്റ്ററായിട്ട് നൽകുന്നത്. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡിൻ്റെ റിയാക്ടിവിറ്റി ഓർഡർ നമുക്ക് പറയാൻ കണ്ടോ ഏറ്റവും കൂടുതൽ ടേർഷറി ആയിരിക്കും, ദെൻ സെക്കൻഡറി, ഏറ്റവും ലീസ്റ്റ് പ്രൈമറി, പ്രൈമറിയിലും ലീസ്റ്റ് ആയിരിക്കും നമ്മുടെ മീഥൈൽ ഹാലൈഡ്സ്. ഓക്കെ അല്ലേ? അപ്പോൾ SN1 SN2 മെക്കാനിസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹാലജൻ കോമ്പൗണ്ട് ഈസ് ഡിഫിക്കൽട്ട് ടു ഹൈഡ്രോളൈസ്ഡ് ബൈ SN1 മെക്കാനിസം? SN1 മെക്കാനിസം പ്രകാരം ഉണ്ടോ ഹൈഡ്രോളിസിസ് ചെയ്യാൻ ഡിഫിക്കൽട്ട് അഥവാ റിയാക്ടിവിറ്റി ലീസ്റ്റ് ആരെന്നാണ് ചോദിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് ടേർഷറി ബ്യൂട്ടൈൽ ക്ലോറൈഡ് ഉണ്ട്, ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ് ഉണ്ട്, ഇവരെല്ലാം ആൽക്കൈൽ ഹാലൈഡ് ആണ്. ബെൻസൈൽ ക്ലോറൈഡ് ഒരു ആൽക്കൈൽ ഹാലൈഡ്, ക്ലോറോ ബെൻസീൻ അലൈൽ ക്ലോറൈഡ്. അപ്പോൾ ഈ 4-5 ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവിടെ ആദ്യത്തെ കണ്ട 4ാമത്തെ ഓപ്ഷനിൽ കിടക്കുന്ന ക്ലോറോ ബെൻസീൻ മാത്രം ഒരു ഹാലോ അരീനാണ്, ബാക്കി എല്ലാവരും ഹാലോ ആൽക്കൈൻസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കൺസെപ്റ്റ് കൂടെയുണ്ട്. നമ്മുടെ ഹാലോ ആൽക്കൈൻസും ഹാലോ അരീൻസും കൺസിഡർ ചെയ്താൽ ഹാലോ അരീൻസ് ആർ ലീസ്റ്റ് റിയാക്റ്റീവ് ടുവാർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് ഹാലോ ആൽക്കൈൻസിനായിരിക്കും റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ. അപ്പോൾ ഈ ഓപ്ഷനിൽ കിടക്കുന്ന ഡി ഓപ്ഷനിലുള്ള ക്ലോറോ ബെൻസീൻ ഒരു ഹാലോ അരീൻ അല്ലേ? അതുകൊണ്ട് ആൻസർ നമുക്ക് ഈസി ആയിട്ട് പറയാം. SN1 ആണെങ്കിലും SN2 ആണെങ്കിലും ലീസ്റ്റ് റിയാക്ടിവിറ്റി ആരായിരിക്കും? ഹാലോ അരീൻ ഓപ്ഷനിലുണ്ടെങ്കിൽ അതായിരിക്കും. അതുകൊണ്ട് ആൻസർ ഏത് പറയാം? ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? എങ്കിൽ ഹാലോ അരീൻസിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കേ, ഹാലോ അരീൻസിൻ്റെ കെമിക്കൽ റിയാക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഞാനിപ്പോൾ പറഞ്ഞു ഹാലോ അരീൻസ് എല്ലാവരും ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ലീസ്റ്റ് റിയാക്റ്റീവ് ആകാനുള്ള റീസൺ നിങ്ങൾ പ്രത്യേകം ഓർത്തോണം. ഹാലോ അരീൻസിൽ ഹാലജൻ ആറ്റം ഡയറക്റ്റ് ബെൻസീൻ റിങ്ങിലായതുകൊണ്ട് ഹാലജൻ ആറ്റത്തിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ടേക്ക് പാർട്ട് ഇൻ റെസണൻസ്. റെസണൻസിൽ പങ്കെടുക്കുന്നത് മൂലം കാർബൺ ഹാലജൻ ബോണ്ടിന് ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരും. ഡബിൾ ബോണ്ട് വന്നാൽ ബോണ്ട് ക്ലീവേജ് ഡിഫിക്കൽട്ട് അല്ലേ? അതുകൊണ്ട് റിയാക്ടിവിറ്റി
ഡിക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഹൈബ്രിഡൈസേഷനും റീസൺ ആയിട്ട് പറയാം. ഹാലോ അരീൻസിൽ sp2 ഹൈബ്രിഡൈസേഷൻ വരുന്നത് കൊണ്ട് അവിടെ ബോണ്ട് ക്ലീവേജ് ഡിഫിക്കൽട്ടാണ്, ആ ബോണ്ട് സ്ട്രോങ്ങർ ആണ്. ഓക്കെ, അതും നമുക്ക് റീസൺ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഹാലോ അരീൻസും ഹാലോ ആൽക്കൈൻസും കൺസിഡർ ചെയ്താൽ ഹാലോ അരീൻസ് എല്ലാവരും തന്നെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്. ഓക്കെ, എങ്കിൽ ഹാലോ അരീൻസിൻ്റെ ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് നമുക്കൊരു എക്സാമ്പിൾ ഇതേ നോക്കാം. അപ്പോൾ ഹാലോ അരീനായ ക്ലോറോബെൻസീൻ ഇതേ നോക്കിക്കേ, ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ NaOH. അപ്പം റിയാക്ടിവിറ്റി കുറവാണ്, ഇവർ ചില സ്പെഷ്യൽ കണ്ടീഷനിൽ മാത്രമേ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നൽകുകയുള്ളൂ. കണ്ടോ, ക്ലോറോബെൻസീൻ ഇതേ നോക്കിക്കേ, ഹൈ ടെമ്പറേച്ചറായ 623 കെൽവിനിലും 300 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലും റിയാക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. കണ്ടോ, ഇവിടെ ഇതേ നോക്കിക്കേ, ഇവിടെ നമുക്ക് പറയാം ഈ എച്ചും Cl തമ്മിൽ HCl പോകും. കണ്ടോ, ക്ലോറിനെ റീപ്ലേസ് ചെയ്ത് ONa എന്ന ഗ്രൂപ്പ് വരും. അടുത്ത സ്റ്റെപ്പിൽ അസിഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ Na മാറി ആര് വരും, എച്ചും വരും. കണ്ടോ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ക്ലോറിൻ മാറി നെഗറ്റീവ് ചാർജുള്ള ന്യൂക്ലിയോഫൈലായ OH ഫോം ചെയ്തു. നമുക്ക് കണ്ടോ പ്രോഡക്റ്റ് ആര് കിട്ടി, പ്രോഡക്റ്റായ ഫിനോള് ഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ ഹാലോ അരീൻസ് പൊതുവേ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ റിയാക്ടിവിറ്റി കുറവാണ്. എങ്കിൽ ഈ ഹാലോ അരീൻസിൻ്റെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിലെ റിയാക്ടിവിറ്റി നമുക്ക് കൂട്ടാൻ സാധിക്കും. അതായത് ഹാലോ അരീൻസിൻ്റെ ഓർത്തോ അല്ലെങ്കിൽ പാരാ പൊസിഷനിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ റിയാക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് കേട്ടോ, പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അറ്റ് ഏത് പൊസിഷൻ ആയിരിക്കണം, മെറ്റാ പറ്റില്ല, ഓർത്തോ അല്ലെങ്കിൽ പാരാ പൊസിഷനിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ ഹാലോ അരീൻസിൻ്റെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ റിയാക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ ഒരു കൺസെപ്റ്റ് പ്രത്യേകം നോട്ട് ചെയ്തോണം. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾ ഓർത്തോണം, ഓർത്തോയിലും പാരയിലും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടുന്തോറും റിയാക്ടിവിറ്റി വീണ്ടും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ആ ഒരു കൺസെപ്റ്റും പ്രത്യേകം ഓർത്തോണം. ഓക്കെ, എങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ കീം എക്സാമിന് ചോദിച്ച ഒരു ചോദ്യം നോക്കാം. ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ടുവാർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ഫോളോയിങ് കോമ്പൗണ്ട്സ്. അപ്പോൾ അതേ ആദ്യം തന്നിരിക്കണം നമുക്കൊരു ഹാലോ അരീനാണ് ക്ലോറോബെൻസീൻ. ആ ക്ലോറോബെൻസീൻ്റെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും പാരാ പൊസിഷനിൽ NMe2, Me എന്ന് വെച്ചാൽ മീഥൈൽ ഗ്രൂപ്പാണ്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലോറോബെൻസീനിൽ പാരാ പൊസിഷനിൽ ഒരു NO2, അടുത്ത മൂന്നാമത്തെ ഓപ്ഷനിൽ ക്ലോറോബെൻസീൻ്റെ ഓർത്തോയിലും പാരയിലും 2 NO2, ഫോർത്ത് ഓപ്ഷനിൽ ക്ലോറോബെൻസീൻ്റെ കണ്ട 2 ഓർത്തോ പൊസിഷനിലും NO2 വന്നിട്ടുണ്ട്, പാരാ പൊസിഷനിലും NO2. നമ്മൾ പഠിച്ച കൺസെപ്റ്റ് എന്താണ്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നാൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ റിയാക്ടിവിറ്റി കുറയും, ക്ലോറോബെൻസീനേക്കാളും റിയാക്ടിവിറ്റി കുറവായിരിക്കും ക്ലോറോബെൻസീൻ്റെ അകത്ത് ഏതെങ്കിലും ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നാൽ. ഇനി ഇതേ ഹാലോ അരീനിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ റിയാക്ടിവിറ്റി കൂടും, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടുന്തോറും റിയാക്ടിവിറ്റി കൂടും. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, NO2 എന്ന് പറയുന്ന ഒരു വിഡ്രോയിങ് ഗ്രൂപ്പാണ്, വിഡ്രോയിങ് പവർ ഏറ്റവും കൂടുതലുള്ള ഒരു ഗ്രൂപ്പാണ് NO2. അപ്പോൾ NO2 ഗ്രൂപ്പിൻ്റെ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടുന്തോറും റിയാക്ടിവിറ്റി കൂടും. പക്ഷേ മീഥൈൽ ഗ്രൂപ്പ് ഒരു ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്, അതുകൊണ്ട് ഏറ്റവും ലീസ്റ്റ് ആയിരിക്കും റിയാക്ടിവിറ്റി. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഫോർത്ത് ഓപ്ഷനിൽ 3 NO2 ഉണ്ട്, തേർഡിൽ 2 NO2 ഉണ്ട്. നോക്കിക്കേ, രണ്ടാമത്തെ ഫിഗറിൽ നോക്കിക്കേ ഒരു NO2 ഉണ്ട്, ഒന്നാമത്തേൻ്റെ അകത്ത് വിഡ്രോയിങ് ഗ്രൂപ്പ് ആരും തന്നെ ഇല്ല, ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ 4 ആയിരിക്കും, ദെൻ 3, ദെൻ 2, ഏറ്റവും ലീസ്റ്റ് ആരായിരിക്കും, 1 ആയിരിക്കും. അപ്പം എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പോൾ ഏത് ഓപ്ഷൻ വരും, ദേ നോക്കിക്കേ, നമ്മുടെ ആദ്യം തന്നെ കിടപ്പുണ്ട്, ഫസ്റ്റ് ഓപ്ഷൻ വരും. ഓക്കെ, അപ്പോൾ ഈ കൺസെപ്റ്റ് എല്ലാവരും നന്നായിട്ട് നോക്കിക്കോണം. ഇനി ഹാലോ അരീൻസിൻ്റെ മറ്റൊരു കെമിക്കൽ റിയാക്ഷനാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഈ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിലെ പ്രധാനപ്പെട്ട 2 കൺസെപ്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. അതായത് മെറ്റൽസ് ആയിട്ടുള്ള റിയാക്ഷൻ ഈ ഹാലോ അരീൻസ് നമുക്ക് 2 കെമിക്കൽ റിയാക്ഷൻ പഠിക്കാനുണ്ട്. ഹാലോ അരീൻസിൻ്റെ മെറ്റൽസ് ആയിട്ടുള്ള റിയാക്ഷനിലെ ഫസ്റ്റ് വൺ വുഡ്സ് വിറ്റിക് റിയാക്ഷൻ. അപ്പോൾ വുഡ്സ് റിയാക്ഷൻ നമ്മൾ ഹൈഡ്രോ കാർബണിൽ ഡിസ്കസ് ചെയ്തു, 2 ഹാലോ ആൽക്കൈൻസ് സോഡിയം മെറ്റലും ഡ്രൈ ഈതർ ആണെങ്കിൽ ഹയർ ആൽക്കൈൻ ഫോം ചെയ്യുന്ന റിയാക്ഷനെ എന്ത് വിളിക്കാം, വുഡ്സ് റിയാക്ഷൻ. എങ്കിൽ എന്തായിരിക്കും വുഡ്സ് വിറ്റിക് റിയാക്ഷൻ എന്ന് വെച്ചാൽ ഒരു ഹാലോ ആൽക്കൈനും ഒരു ഹാലോ അരീനും സോഡിയം മെറ്റലും ഡ്രൈ ഈതറായിട്ട് റിയാക്ട് ചെയ്താൽ ആൽക്കൈൽ ബെൻസീൻ ഫോം ചെയ്യും. ആ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വുഡ്സ് വിറ്റിക് റിയാക്ഷൻ. ദേ നോക്കിക്കേ, ഒരു ഹാലോ അരീൻ, ദേ ഒരു ഹാലോ ആൽക്കൈൻ RX, കണ്ടോ, സോഡിയം മെറ്റലും
ഡ്രൈ ഈതറായിട്ട് റിയാക്ട് ചെയ്താൽ ദേ നോക്കിക്കേ ആൽക്കൈൽ ഹാലൈഡിലെ ഹാലജൻ പോയി ആൽക്കൈൽ ഹാലൈഡിലെ കണ്ടോ ആൽക്കൈൽ ഗ്രൂപ്പ് വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. പ്രോഡക്റ്റ് എപ്പോഴും നമുക്ക് പറയാൻ കണ്ടോ ആൽക്കൈൽ ബെൻസീൻ ആയിരിക്കും. അതായത് ഹാലോവരീനിലെ ഹാലജൻ റീപ്ലേസ് ചെയ്ത് ആൽക്കൈൽ ഹാലൈഡിലെ ആൽക്കൈൽ ഗ്രൂപ്പ് വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. കണ്ടോ സോഡിയം ഹാലൈഡ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യും. ഈ റിയാക്ഷൻ നമുക്ക് എന്ത് വിളിക്കാം? വുഡ്സ്-വിറ്റിഗ് റിയാക്ഷൻ. മറ്റൊരു കെമിക്കൽ റിയാക്ഷനാണ് ഫിറ്റിഗ് റിയാക്ഷൻ. എങ്കിൽ എന്തായിരിക്കും ഫിറ്റിഗ് റിയാക്ഷൻ? രണ്ട് ഹാലോവരീൻ സോഡിയം മെറ്റലും ഡ്രൈ ഈതറായിട്ട് റിയാക്ട് ചെയ്താൽ ബൈഫിനൈൽ അല്ലെങ്കിൽ ഡൈഫിനൈൽ, കേട്ടോ ബൈഫിനൈൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഡൈഫിനൈൽ, ബൈഫിനൈൽ അല്ലെങ്കിൽ ബൈഫിനൈൽ അല്ലെങ്കിൽ ഡൈഫിനൈൽ ഫോം ചെയ്യണം. കണ്ടോ C6H5 ഗ്രൂപ്പ് 2 എണ്ണം ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിറ്റിഗ് റിയാക്ഷൻ. ഓക്കെ അല്ലേ? എങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ്സ് വുഡ്സ്-വിറ്റിഗ് റിയാക്ഷൻ? അപ്പോൾ വുഡ്സ്-വിറ്റിഗ് റിയാക്ഷനായിട്ട് ബന്ധപ്പെട്ട ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ റിയാക്ഷൻ നോക്കുമ്പോൾ അതേ നോക്കിക്കേ, ഒരു സോഡിയം ആൽക്കോക്സൈഡും ആൽക്കൈൽ ഹാലൈഡായിട്ട് റിയാക്ട് ചെയ്ത് ഈതർ ഫോം ചെയ്ത റിയാക്ഷനാണ്. ഇത് നിങ്ങൾ ആൽക്കഹോളിൽ പഠിക്കുന്ന വില്യംസൺ സിന്തസിസ് റിയാക്ഷനാണ്. ആൽക്കൈൽ ഹാലൈഡും സോഡിയം ആൽക്കോക്സൈഡും ഈതർ. ഓക്കെ, ഇനി ബി ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ദേ നോക്കിക്കേ C6H5I അയഡോ ബെൻസീൻ ഒരു ഹാലവരീനാണ്. ദേ സോഡിയം മെറ്റലും ഉണ്ട്. CH3I ഒരു ആൽക്കൈൽ ഹാലൈഡ്. ഇവിടെ ദേ നോക്കിക്കോ ഒരു ആൽക്കൈൽ ഹാലൈഡും ഉണ്ട്, ഒരു അരൈൽ ഹാലൈഡ് ഹാലോവരീനും സോഡിയം മെറ്റലായിട്ട് റിയാക്ട് ചെയ്താൽ ദേ നോക്കിക്കോ കണ്ടോ ഒരു ആൽക്കൈൽ ബെൻസീൻ. ഇവിടെ C6H5CH3 ആരാണ് ഫോം ചെയ്ത? ടൊളുവിനാണ് ഫോം ചെയ്തത്. അപ്പോൾ കണ്ടോ ഒരു ഹാലോ ആൽക്കൈനും ഒരു ഹാലോവരീനും സോഡിയം മെറ്റലും ഡ്രൈ ഈതറാണ് ആൽക്കൈൽ ബെൻസീൻ ഫോം ചെയ്യണ റിയാക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? വുഡ്സ്-വിറ്റിഗ് റിയാക്ഷൻ. അപ്പോൾ ദേ നോക്കിക്കേ ഏത് വരും ആൻസർ? നമ്മുടെ ബി ഓപ്ഷൻ. അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഹാലോവരീനാണ്, രണ്ട് ഹാലോ ആൽക്കൈൻ സോഡിയം മെറ്റൽ, അത് വുഡ്സ് റിയാക്ഷനാണ്. ഡി ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഹാലോവരീൻ സോഡിയം മെറ്റൽ, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫിറ്റിഗ് റിയാക്ഷനാണ്. ലാസ്റ്റ് റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹാലോ ആൽക്കൈൻ സിൽവർ ഫ്ലൂറൈഡ് നമ്മൾ പഠിച്ച സ്വാർട്സ് റിയാക്ഷനാണ്. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻ എല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിച്ചോണം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോവരീൻസിലെ എല്ലാ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച പ്രധാന ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, എങ്കിൽ ഇനി അടുത്ത നമ്മൾ പോകുന്നത് മൂന്നാമത്തെ നമ്മുടെ ഓർഗാനിക്കിലെ മറ്റൊരു പ്രധാന ചാപ്റ്ററായ ആൽക്കഹോൾസ്, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ് എന്ന ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ ആൽക്കഹോൾസിൻ്റെയും ഫിനോൾസിൻ്റെയും ഈതറിൻ്റെയും പ്രിപ്പറേഷൻസും ഇവരുടെ കെമിക്കൽ റിയാക്ഷൻസുമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ആൽക്കഹോൾസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആൽക്കഹോൾസിൻ്റെ പ്രിപ്പറേഷൻസ്. ഓക്കെ, ആൽക്കഹോൾസ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് ആൽക്കീൻസിൽ നിന്നാണ്, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണായ ആൽക്കീൻസ്. അപ്പോൾ ആൽക്കീൻസിൽ നിന്ന് നമുക്കിത് ആൽക്കഹോൾസ് എങ്ങനെ നിർമ്മിക്കാം? പ്രധാനപ്പെട്ട രണ്ട് കെമിക്കൽ റിയാക്ഷൻസ് ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തത് ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ, സെക്കൻഡ് വൺ ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ. ഓക്കെ, ആദ്യത്തെ റിയാക്ഷൻ നോക്കാം, ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ. എന്താണ് ഹൈഡ്രേഷൻ? മീൻസ് അഡീഷൻ ഓഫ് വാട്ടർ. ആസിഡിൻ്റെ പ്രസൻസിൽ നമ്മൾ എന്താ ആഡ് ചെയ്യാൻ പോവുകയാണ്? ആൽക്കീൻസിൻ്റെ അകത്തായിട്ട് ആസിഡിൻ്റെ പ്രസൻസിൽ വാട്ടർ ആഡ് ചെയ്യാൻ പോവുകയാണ്. പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിൽ ഈ വാട്ടർ എന്ന് പറയുന്നത് ഒരു അൺസിമെട്രിക്കൽ റിയേജൻ്റ് ആണ്. അഡീഷൻ ഫോളോ ചെയ്യുന്നത് ഏത് റൂൾ പ്രകാരമായിരിക്കും? നമ്മുടെ മാർക്കോണിക്കോസ് റൂൾ. ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിൽ വാട്ടർ ഒരു അൺസിമെട്രിക്കൽ റിയേജൻ്റ് ആയതുകൊണ്ട് കണ്ടോ വാട്ടറിൻ്റെ അഡീഷൻ ഏത് റൂൾ പ്രകാരമായിരിക്കും? മാർക്കോണിക്കോസ് റൂൾ. അപ്പോൾ മാർക്കോണിക്കോസ് റൂൾ പ്രകാരം നമുക്കറിയാം നെഗറ്റീവ് പാർട്ട് ഓഫ് ദ റിയേജൻറ്റ് ഗോസ് ടു കാർബൺ ആറ്റം ദാറ്റ് കണ്ടെയ്ൻ ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. വാട്ടറിൽ H+ ഉണ്ട്, OH- ഉണ്ട്. നെഗറ്റീവ് പാർട്ടായ OH- ഹൈഡ്രജൻ കുറവുള്ള ലെഫ്റ്റ് സൈഡിലെ കാർബണിൽ വരും. അപ്പോൾ കണ്ടോ നമുക്ക് പ്രോഡക്റ്റ് കണ്ടോ പ്രൊപ്പാൻ 2ol എന്ന ഒരു സെക്കൻഡറി ആൽക്കഹോൾ ഫോം ചെയ്തു. പോസിറ്റീവ് പാർട്ടായ H ഡബിൾ ബോണ്ടിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഹൈഡ്രജൻ കൂടുതലുള്ള കാർബണിലും വന്നു. ഓക്കെ, ഇതിലെ രണ്ടാമത്തെ മറ്റൊരു പ്രിപ്പറേഷനാണ് ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ. അതായത് ആൽക്കീൻസിനെ ഡൈബൊറൈനായിട്ട് റിയാക്ട് ചെയ്യും.
ഫൈനലി ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ നമുക്ക് ഓക്സിഡേഷനൊക്കെ നടത്തി കഴിഞ്ഞാൽ ഫൈനൽ പ്രോഡക്റ്റ് കറസ്പോണ്ടിങ് ആൽക്കഹോൾ കിട്ടും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഫോളോ ചെയ്യുന്ന മെക്കാനിസം ആൻറ്റി മാർക്കോണിക്കോസ് അഡീഷൻ ആണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പ്രൊപ്പീൻ നമ്മൾ ഹൈഡ്രോബറേഷൻ ഓക്സിഡേഷൻ ചെയ്താൽ പ്രൊപ്പാൻ 1 ആയിരിക്കും നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യണം. ബ്യൂട്ട് 1 ആണെങ്കിൽ കറസ്പോണ്ടിങ് ആൽക്കഹോളായ ബ്യൂട്ടാൻ 1 പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യും. ഓക്കെ, എങ്കിൽ നമ്മൾ ആൽക്കഹോളിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷനാണ് ഫ്രം ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. എന്താണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്? നമുക്കറിയാം ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ് അഥവാ RMgX കെമിക്കൽ ഫോർമുലയുള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൻ്റെ പ്രത്യേകത നമ്മുടെ ആൽഡിഹൈഡും കീറ്റോണും ഗ്രിഗ്നാർഡ് റിയേജൻ്റായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് കിട്ടും. അതിനെ അഥവാ ഒരു അഡീഷൻ പ്രോഡക്റ്റ് കിട്ടും. അതിനെ ഹൈഡ്രോളിസിസ് ചെയ്താൽ ഫൈനൽ പ്രോഡക്റ്റ് കറസ്പോണ്ടിങ് ആൽക്കഹോൾ ആയിരിക്കും നമുക്ക് ഫോം ചെയ്യുന്നത്. അപ്പം ഈ റിയാക്ഷൻ്റെ പ്രത്യേകതയായിട്ട് പറയണ ഇപ്പം HCHO നമ്മുടെ ഫോർമാൽഡിഹൈഡ്, ആദ്യത്തെ ആൽഡിഹൈഡായ നമ്മുടെ ഫോർമാൽഡിഹൈഡ് അഥവാ മെഥനാൽ, ഫോർമാൽഡിഹൈഡ് അഥവാ മെഥനാൽ ഗ്രിഗ്നാർഡ് റിയേജൻ്റായിട്ട് റിയാക്ട് ചെയ്താൽ കിട്ടുന്ന അഡീഷൻ പ്രോഡക്റ്റ്, അതിനെ ഹൈഡ്രോളിസിസ് ചെയ്താൽ കിട്ടുന്നത് എപ്പോഴും ഒരു പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കും. അപ്പോൾ ഈ റിയാക്ഷൻ്റെ പ്രോഡക്റ്റ് കിട്ടാൻ നിങ്ങൾക്കൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഫോർമാൽഡിഹൈഡിൽ ഒരു കാർബണാണ് ഉള്ളത്. ഇനി ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൽ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കുക. ഇപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിലും ഒരു കാർബണാണ് ഉണ്ടെങ്കിൽ ടോട്ടൽ 2 കാർബൺ അല്ലേ വരുന്നത്. അപ്പോൾ നമ്മുടെ പ്രൈമറി ആൽക്കഹോളിലും 2 കാർബൺ ആയിരിക്കും. അതായത് ഒരു കാർബണുള്ള ഗ്രിഗ്നാർഡ് റിയേജൻ്റായിട്ട് റിയാക്ട് ചെയ്താൽ പ്രോഡക്റ്റ് 2 കാർബണുള്ള എഥനോൾ ആയിരിക്കും. അപ്പോൾ കണ്ടോ, കിട്ടുന്ന പ്രോഡക്റ്റിൽ എപ്പോഴും നമ്മുടെ ആൽഡിഹൈഡിലെയും ഗ്രിഗ്നാർഡ് റിയേജൻറ്റിലും ടോട്ടൽ എത്ര കാർബൺ ഉണ്ടോ അത്രയും കാർബൺ ഉള്ള ആൽക്കഹോൾ ആയിരിക്കും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഫോർമാൽഡിഹൈഡ് ആണെങ്കിൽ ഫൈനൽ പ്രോഡക്റ്റ് വിൽ ബി ആൽക്കഹോൾ ആയിരിക്കും. ഫോർമാൽഡിഹൈഡ് ഒഴികെയുള്ള അതർ ആൽഡിഹൈഡ്, അപ്പോൾ RCHO എന്ന് വെച്ചാൽ നമുക്ക് പറയാം എക്സെപ്റ്റ് മെഥനാൽ, മെഥനാൽ ഒഴികെയുള്ള അതർ ആൽഡിഹൈഡ് ഇതേ നോക്കിക്കേ ഗ്രിഗ്നാർഡ് റിയേജൻ്റായിട്ട് റിയാക്ട് ചെയ്താൽ ആദ്യം ഗ്രിഗ്നാർഡ് റിയേജൻ്റായിട്ടുള്ള റിയാക്ഷനിൽ ഇതേ നോക്കിക്കേ, കണ്ടോ ആദ്യം ഒരു അഡീഷൻ പ്രോഡക്റ്റ് കിട്ടി. അതായത് കാർബണിൽ ഗ്രൂപ്പ് ബ്രേക്ക് ചെയ്ത് ഒരു അഡീഷൻ പ്രോഡക്റ്റ് കിട്ടി. അതിനെ ഹൈഡ്രോളിസിസ് ചെയ്താൽ നമുക്ക് ഇതേ നോക്കിക്ക് ഏത് ആൽക്കഹോൾ കിട്ടും? ഒരു സെക്കൻഡറി ആൽക്കഹോൾ. കണ്ട, അതർ ആൽഡിഹൈഡ് ആണെങ്കിൽ പ്രോഡക്റ്റ് വിൽ ബി സെക്കൻഡറി ആൽക്കഹോൾ. സെക്കൻഡറി ആൽക്കഹോളിലെയും പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത ഓർത്തണം, കാർബണിൻ്റെ എണ്ണം എപ്പോഴും ഈ ആൽഡിഹൈഡിലെയും ഗ്രിഗ്നാർഡ് റിയേജൻറ്റിലെയും കാർബണിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ? അടുത്ത മൂന്നാമത്തെ കീറ്റോൺസ് ഗ്രിഗ്നാർഡ് റിയേജൻ്റായിട്ട് റിയാക്ട് ചെയ്താൽ, അപ്പോൾ പറഞ്ഞു ഫോർമാൽഡിഹൈഡ് ആണെങ്കിൽ പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കും, അതർ ആൽഡിഹൈഡ് ആണെങ്കിൽ സെക്കൻഡറി ആൽക്കഹോൾ ആയിരിക്കും. കീറ്റോൺസ് ഗ്രിഗ്നാർഡ് റിയേജൻ്റായിട്ട് റിയാക്ട് ചെയ്താൽ കിട്ടുന്ന അഡീഷൻ പ്രോഡക്റ്റിനെ ഹൈഡ്രോളിസിസ് ചെയ്താൽ പ്രോഡക്റ്റ് എപ്പോഴും നമ്മുടെ ടേർഷറി ആൽക്കഹോൾസ് ആയിരിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് പ്രൈമറി സെക്കൻഡറി ടേർഷറി ആൽക്കഹോളിൻ്റെ ഒരു പ്രിപ്പറേഷനായിട്ട് ഈ റിയാക്ഷനെ നമുക്ക് പറയാം. അങ്ങനെയെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കാം നമുക്ക്. റിയാക്ഷൻ ഓഫ് പ്രൊപ്പനോൺ വിത്ത് മീഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡ് ഫോളോവ്ഡ് ബൈ ഹൈഡ്രോളിസിസ്. നമുക്കൊന്ന് എഴുതി നോക്കാം. പ്രൊപ്പനോൺ എന്ന് വെച്ചാൽ പ്രൊപ്പനോൺ അഥവാ അസറ്റോൺ, CH3 COCH3. ഓക്കെ, അപ്പോൾ പ്രൊപ്പനോൺ ആരായിട്ട് റിയാക്ട് ചെയ്യാണ്? മീഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡ് അഥവാ CH3 MgBr. ഇവിടെ ശ്രദ്ധിച്ചോണം, കീറ്റോണിൻ്റെ പ്രത്യേകത, ഈ കീറ്റോൺസിലെ കാർബണിൽ ഗ്രൂപ്പാണ് ബ്രേക്ക് ചെയ്യണത്. ഈ കാർബണിൽ ഗ്രൂപ്പ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഓക്സിജന് മൈനസ് ചാർജും വരും, കാർബണിന് ഏത് ചാർജ് വരും? പോസിറ്റീവ് ചാർജും വരും. ഓക്കെ, ആൽക്കൈൽ ഹാലൈഡ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൻ്റെ പ്രത്യേകത ഈ RMgXൽ നിങ്ങൾ എപ്പോഴും പഠിച്ചോണം, കാർബണും മഗ്നീഷ്യം തമ്മിലുള്ള ബോണ്ടായിരിക്കും ബ്രേക്ക് ചെയ്യണം. മഗ്നീഷ്യത്തിന് മോർ ഇലക്ട്രോ പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ചാർജ് ലഭിക്കും. ആൽക്കൈൽ ഗ്രൂപ്പ് അഥവാ കാർബൺ ആറ്റത്തിന് ഒരു നെഗറ്റീവ് ചാർജ് ലഭിക്കും. അപ്പോൾ ഇവിടെ CH3 MgBrൻ്റെ ഈ കാർബൺ മഗ്നീഷ്യം ബോണ്ട് ബ്രേക്ക് ചെയ്യും. കാർബൺ അഥവാ മീഥൈൽ ഗ്രൂപ്പിന് മൈനസ് ചാർജ് ലഭിച്ച് മഗ്നീഷ്യത്തിന് പോസിറ്റീവ് ചാർജ്. അപ്പോൾ അതേ നോക്കിക്കുക, പ്രോഡക്റ്റ് എന്ത് വരും? CH3C. പോസിറ്റീവ് ചാർജുള്ള കാർബണിൽ നെഗറ്റീവ് ചാർജുള്ള CH3 ഗ്രൂപ്പും വന്ന്. ഓക്കെ, ഇനി ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഏത് ബോണ്ടായിട്ട് മാറി? സിംഗിൾ ബോണ്ടായിട്ട് മാറി. O- നെഗറ്റീവ് ചാർജുള്ള ഓക്സിജനിൽ പോസിറ്റീവ് ചാർജുള്ള MgBr. കണ്ടോ, ഇപ്പം നമുക്കൊരു അഡീഷൻ പ്രോഡക്റ്റ് കിട്ടി. ഇതിനെ ഫൈനലി എന്ത് ചെയ്യണം? ഹൈഡ്രോളിസിസ് കൂടെ ചെയ്യണം. നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞു, ഇപ്പോൾ കീറ്റോൺ ആയപ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടിയ ഒരു കീറ്റോൺ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ഒരു ടേർഷറി ആൽക്കഹോളെ കിട്ടുകയുള്ളൂ. ഈ രണ്ട് ഇവിടെ നോക്കിക്കുക, 1, 2, 3 കാർബൺ ഉണ്ട്. ഓക്കെ, ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൽ 4, ഒരു കാർബണും കൂടെ ഉണ്ട്. അപ്പോൾ ടോട്ടൽ 4 കാർബണുള്ള
ടെർഷറി ആൽക്കഹോൾ എടുത്താൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടും. അല്ലെങ്കിൽ ഇതേ നമുക്ക് എഴുതി നോക്കാം. ഇതിനെ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ ഓക്സിജനും മഗ്നീഷ്യവും തമ്മിലുള്ള ബോണ്ടാണ് ബ്രേക്ക് ചെയ്യണം. നമ്മുടെ വാട്ടറിൻ്റെ അകത്ത് H+ ഉണ്ട്, OH- ഉണ്ട്. അപ്പോൾ ഓക്സിജനും മഗ്നീഷ്യവും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഓക്സിജന് മൈനസ് ചാർജും വരും, മഗ്നീഷ്യത്തിന് പോസിറ്റീവ്. മൈനസ് ചാർജുള്ള ഓക്സിജനിൽ പോസിറ്റീവ് ചാർജുള്ള H വരും, Mgയിൽ ആരും വരും, OH വന്ന് അറ്റാച്ച് ചെയ്യും. അപ്പോൾ പ്രോഡക്റ്റ് എന്ത് പറയാം? CH3 CH3 OH CH3. ബൈ പ്രോഡക്റ്റായിട്ട് ആരുണ്ടാകും? പോസിറ്റീവ് ചാർജുള്ള Mgയിൽ OH വന്ന് MgOH-Br. അപ്പോൾ അതേ പ്രോഡക്റ്റിൻ്റെ പേര് നമുക്ക് എന്ത് പറയാം? ലോങ്ങസ്റ്റ് ചെയിൻ 1 2 3. രണ്ടാമത്തേൽ മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, 2-methyl propan 2-ol. ഏത് ഓപ്ഷൻ വരും? 2-methyl propan 2-ol. ഇത് കണ്ട ടെർഷറി ആൽക്കഹോളായ 2-methyl propan 2-ol. നമുക്ക് ഏത് ഓപ്ഷൻ കിട്ടി? ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? അപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷനാണ്, എല്ലാവരും പഠിക്കുക. അപ്പോൾ ആൽക്കഹോൾസിൻ്റെ എല്ലാ കൺസെപ്റ്റും കഴിഞ്ഞു. അടുത്ത നമ്മൾ ഫിനോൾസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫിനോൾസിൻ്റെ പ്രിപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിപ്പറേഷനാണ് ഡൗസ് പ്രോസസ്സ്. എന്താണ് ഡൗസ് പ്രോസസ്സ്? നമ്മുടെ ക്ലോറോബെൻസീനെ നമ്മുടെ സ്ട്രോങ് ആൽക്കലിയായ NaOH ഹൈ ടെമ്പറേച്ചറായ 623 കെൽവിനിലും ഹൈ പ്രഷറായ 300 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലും റിയാക്ട് ചെയ്ത് കിട്ടിയ പ്രോഡക്റ്റായ സോഡിയം ഫിനോക്സൈഡിനെ അസിഡിഫിക്കേഷൻ ചെയ്താൽ ഫൈനലി ആര് കിട്ടും? ഫിനോൾ കിട്ടും. നമ്മൾ ഹാലോ അരീൻസിൻ്റെ കെമിക്കൽ റിയാക്ഷനിൽ പറഞ്ഞൊരു റിയാക്ഷൻ തന്നെയാണ് ഈ പ്രോസസ്സിന്. ക്ലോറോബെൻസീനിൽ നിന്ന് ഫിനോൾ നിർമ്മിക്കുന്ന ആ റിയാക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? ഡൗസ് പ്രോസസ്സ്. ഓക്കെ. മറ്റൊരു പ്രിപ്പറേഷൻ നമ്മൾ ഫിനോളിൻ്റെ ബെൻസീൻ ഡൈസോണിയം സാൾട്ടിൽ നിന്നാണ്. ഈ ബെൻസീൻ ഡൈസോണിയം സാൾട്ടിനെ വാം വാട്ടറായിട്ട് റിയാക്ട് ചെയ്താലും പ്രോഡക്റ്റായ ഫിനോൾ ഫോം ചെയ്യും. ഓക്കെ. അടുത്ത നമ്മൾ ഇതേ നോക്കിക്കേ, ആൽക്കഹോൾസിൻ്റെയും ഫിനോളിൻ്റെയും പ്രിപ്പറേഷൻ കഴിഞ്ഞു. അടുത്ത ആൽക്കഹോൾസിൻ്റെയും ഫിനോൾസിൻ്റെയും കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് നോക്കാം. കെമിക്കൽ റിയാക്ഷൻ നോക്കിയാൽ ആദ്യത്തെ ഫസ്റ്റ് വൺ റിയാക്ഷനാണ് റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. ഓക്കെ. അപ്പോൾ ആൽക്കഹോൾസിൻ്റെ പ്രത്യേകത നിങ്ങൾ ഓർത്തോണം, ആൽക്കഹോൾസ് പൊതുവേ അസിഡിക് നേച്ചറാണ്. അപ്പോൾ ആസിഡിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, ആസിഡ്സ് എല്ലാം മെറ്റൽസ് ആയിട്ട് റിയാക്ട് ചെയ്താൽ സാൾട്ടും ഹൈഡ്രജൻ ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് ആൽക്കഹോൾസ് ഇതേ നോക്കിക്കേ, സോഡിയം മെറ്റലായിട്ട് റിയാക്ട് ചെയ്താൽ അതിലെ ഹൈഡ്രജൻ ആറ്റത്തെ റീപ്ലേസ് ചെയ്ത് സോഡിയം വരും. ഓക്കെ, നമുക്ക് കണ്ടോ മെറ്റൽസ് ആസിഡായിട്ട് റിയാക്ട് ചെയ്ത് ഏത് ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്തു? ഹൈഡ്രജൻ ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്ത്. കണ്ടോ, എഥനോൾ ആണെങ്കിൽ കണ്ടോ നോക്കിക്കേ, കണ്ടോ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് സോഡിയം വന്നു, ലാസ്റ്റ് ഹൈഡ്രജൻ ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്തു. ഇനി ഇതിലെ ആൽക്കഹോൾസിൻ്റെ, അപ്പോൾ ആൽക്കഹോൾസ് എല്ലാം അസിഡിക് നേച്ചർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഈ ആൽക്കഹോൾസിൻ്റെ അസിഡിറ്റി കൺസിഡർ ചെയ്താൽ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, എപ്പോഴും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂട്ടും. ഇലക്ട്രോൺ ഡെൻസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ അസിഡിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടുന്തോറും അഥവാ +I എഫക്റ്റ് കൂടുന്തോറും നമുക്ക് പറയാം അസിഡിറ്റി ഡിക്രീസസ്. അപ്പോൾ ആൽക്കഹോൾസിൽ തന്നെ മെഥനോൾ, എഥനോൾ, പ്രൊപ്പനോൾ കൺസിഡർ ചെയ്താൽ മീഥൈൽ ആൽക്കഹോൾ അഥവാ മെഥനോൾ ആയിരിക്കും മോർ അസിഡിക്. അതുകൊണ്ട് കണ്ട ഇവിടെ നോക്കിക്കേ, മൂന്നാമത്തെ ആൽക്കഹോളിൽ 3 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടുന്തോറും നമുക്ക് പറയാം അസിഡിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി ഫിനോളിൻ്റെ അസിഡിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഫിനോൾസും അസിഡിക് നേച്ചറാണ്. നോക്കിക്കേ, ഫിനോൾസിൻ്റെ പ്രത്യേകത, ഫിനോൾസ് ആർ മോർ അസിഡിക് ദാൻ ആൽക്കഹോൾസ്. അതിന് കാരണം ഫിനോളിൻ്റെ റെസണൻസ് സ്ട്രക്ചറാണ്, അഥവാ ഫിനോക്സൈഡ് അയോൺ എന്ന് പറയണ കണ്ട റെസണൻസ് വഴി സ്റ്റെബിലൈസ്ഡ് ആണ്. ഇതാണ് ഫിനോളിൻ്റെ അസിഡിറ്റിക്കും റീസൺ ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൽക്കഹോൾസിൻ്റെയും ഫിനോളിൻ്റെയും പ്രിപ്പറേഷൻസും ആൽക്കഹോൾസിൻ്റെ പ്രധാനപ്പെട്ട കെമിക്കൽ റിയാക്ഷൻ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത നമ്മൾ ഫിനോളിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പ്രധാനപ്പെട്ട കെമിക്കൽ റിയാക്ഷനാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 നെയിമിംഗ് റിയാക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് കോൾബ്സ് റിയാക്ഷൻ, രണ്ടാമത്തത് റീമർ തീമൻ റിയാക്ഷൻ. എന്താണ് കോൾബ്സ് റിയാക്ഷൻ? ദേ നോക്കിക്കേ, ഏറ്റവും പ്രധാനപ്പെട്ട റിയാക്ഷനാണ്. ഫിനോള് സോഡിയം ഹൈഡ്രോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ അസിഡിഫിക്കേഷൻ ചെയ്താൽ സോഡിയം ഹൈഡ്രോക്സൈഡായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ സോഡിയം ഫിനോക്സൈഡ് ഫോം ചെയ്യും. ഇതിനെ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് റിയാക്ട് ചെയ്ത് കണ്ടോ കിട്ടിയ പ്രോഡക്റ്റിനെ അസിഡിഫിക്കേഷൻ ചെയ്താൽ നമുക്ക് പ്രോഡക്റ്റായിട്ട് ഫോം ചെയ്യുന്നത് സാലിസിലിക് ആസിഡ്, അല്ലെങ്കിൽ പറയാം ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ്. ഓർത്തോ ഹൈഡ്രോക്സി
ബെൻസോയിക് ആസിഡ്. അപ്പോൾ ഫിനോളിൽ നിന്ന് സാലിസിലിക് ആസിഡ് നിർമ്മിക്കുന്ന ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് കോൾസ് റിയാക്ഷൻ. നമ്മൾ ആദ്യം പഠിച്ച ഹൈഡ്രോ കാർബണിലെ കോൾസ് ഇലക്ട്രോലിറ്റിക് മെത്തേഡും രണ്ടും രണ്ടാണ് കേട്ടോ, മാറിപ്പോകരുത്. അപ്പോൾ ഫിനോൾ ടു സാലിസിലിക് ആസിഡ് ആ പ്രിപ്പറേഷനെ എന്തെന്ന് വിളിക്കാം? കോൾസ് റിയാക്ഷൻ എന്ന് വിളിക്കാം. ഈ കിട്ടിയ സാലിസിലിക് ആസിഡിനെ നമ്മൾ അസറ്റിക് അൺഹൈഡ്രേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്താൽ അനാൽജസിക് ആയിട്ടുള്ള നമ്മുടെ ആസ്പിരിൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ പ്രത്യേകം ഓർത്തോണം. ഓക്കെ അല്ലേ? എങ്കിൽ അടുത്തൊരു കെമിക്കൽ റിയാക്ഷനാണ് റീമർ തീമൻ റിയാക്ഷൻ. എങ്കിൽ ഈ കോൾസും റീമർ തീമനും തമ്മിലൊരു ചെറിയ വ്യത്യാസമുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെയും നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് തന്നെ യൂസ് ചെയ്യണത്. ഇവിടെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിന് പകരം ക്ലോറോഫോമാണ് യൂസ് ചെയ്യണ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫിനോൾ ഇതേ നോക്കിക്കേ, ക്ലോറോഫോമും NaOH ആയിട്ട് റിയാക്ട് ചെയ്ത് ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്ത് വീണ്ടും അതിനെ സോഡിയം ഹൈഡ്രോക്സൈഡായിട്ട് റിയാക്ട് ചെയ്ത് കണ്ടോ, ഹൈഡ്രജൻ മാറി സോഡിയം വന്ന് റീപ്ലേസ് ചെയ്തു. ഫൈനലി അസിഡിഫിക്കേഷൻ നടത്തിയപ്പോൾ കിട്ടിയ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കണ്ടോ, നമ്മുടെ സാലിസിൽ ആൽഡിഹൈഡാണ്. സാലിസിൽ ആൽഡിഹൈഡ്. ഈ സാലിസിൽ ആൽഡിഹൈഡിൻ്റെ മറ്റൊരു പേരാണ് ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ്. അപ്പോൾ കണ്ടോ, ഫിനോളിൽ നിന്ന് സാലിസിലിക് ആസിഡ് നിർമ്മിക്കുന്നതിനെ നമുക്ക് കോൾസ് എന്നും വിളിക്കാം. ഫിനോളിൽ നിന്ന് സാലിസിൽ ആൽഡിഹൈഡ് നിർമ്മിക്കുന്നതിനെ റീമർ തീമൻ റിയാക്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ രണ്ട് കെമിക്കൽ റിയാക്ഷനും തമ്മിൽ മാറിപ്പോകരുത്, പ്രത്യേകം പഠിച്ചോണം. ഓക്കെ, എങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് ചോദിച്ചിരിക്കുന്നത്, ഫിനോള് ക്ലോറോഫോമും അക്വസ് NaOH ആയിട്ട് റിയാക്ട് ചെയ്ത ഒരു ഇൻ്റർമീഡിയറ്റ് ഉണ്ടായി. അതിനെ കണ്ട, ആ ഇൻ്റർമീഡിയറ്റ് ഫൈനലി അതിനെ എന്ത് ചെയ്ത് അസിഡിഫിക്കേഷൻ നടത്തിയപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് ഉണ്ടായത് ആരാണ്? കണ്ട, സാലിസിൽ ആൽഡിഹൈഡാണ്, അഥവാ ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ്. റിയാക്ഷൻ്റെ പേരാ ചോദിച്ചാൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഏതാണ്? ഫിനോളിൽ നിന്ന് സാലിസിൽ ആൽഡിഹൈഡ് ആണെങ്കിൽ നമുക്ക് പറയാം ഏത് റിയാക്ഷൻ ആയിരിക്കും? റീമർ തീമൻ റിയാക്ഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും ഈ കൺസെപ്റ്റ് നന്നായിട്ട് പഠിച്ചോണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആൽക്കഹോൾസിൻ്റെയും ഫിനോൾസിൻ്റെയും നമ്മളെ എല്ലാ റിയാക്ഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത നമ്മൾ പോകുന്നത് ഈതറിലേട്ടാണ് പോകുന്നത്. നോക്കിക്കേ, ഈതർ എന്താണെന്നറിയാലോ? ROR ജനറൽ ഫോർമുലയുള്ള രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഒരു ഓക്സിജൻ ലിങ്കേജ് വന്നാൽ ആ കോമ്പൗണ്ട്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ഈതർ എന്ന് വിളിക്കാം. ഈ ഈതർ നോക്കിക്കഴിഞ്ഞാൽ ഈതേഴ്സിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട പ്രിപ്പറേഷൻസ് ആണ്. ഫസ്റ്റ് വൺ ആൽക്കഹോൾസിൽ നിന്നാണ്, ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾസ്. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം, ആൽക്കഹോൾസിനെ ഡീഹൈഡ്രേഷൻ, ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റായ സൾഫ്യൂരിക് ആസിഡും ഇവിടുത്തെ ടെമ്പറേച്ചർ പ്രത്യേകം പഠിച്ചോണം. നമ്മൾ ആൽക്കഹോൾസിനെ ടെമ്പറേച്ചറായ 413 കെൽവിനി ഡീഹൈഡ്രേഷൻ ചെയ്താൽ ഈതർ ആയിരിക്കും ഫോം ചെയ്യണ. ഇതേ കെമിക്കൽ റിയാക്ഷനിൽ 443 കെൽവിനി ഡീഹൈഡ്രേഷൻ നടത്തിയാൽ പ്രോഡക്റ്റ് വിൽ ബി ആൽക്കീനും ആയിരിക്കും കേട്ടോ. അപ്പോൾ ദേ നോക്കിക്കേ, ഇവിടെ എഥനോൾ, ഇത് ബാലൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ 2 മോളിക്യൂൾ എഥനോൾ എടുത്തോണം കേട്ടോ. ആൽക്കഹോളായ എഥനോൾ കണ്ടോ, 2 എഥനോൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ എഥനോളിലെ OHും രണ്ടാമത്തെ എഥനോളിലെ Hും തമ്മിൽ നമുക്ക് വാട്ടർ എലിമിനേറ്റ് ചെയ്യും. ഈതറായ എതോക്സി ഈതൈൻ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യും. ഇതേ ഈതറിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷനാണ് ഒരു നെയിമിംഗ് റിയാക്ഷൻ കൂടിയായ വില്യംസൺ സിന്തസിസ്. അപ്പോൾ എന്താണ് വില്യംസൺ സിന്തസിസ്? നമ്മൾ നേരത്തെ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു, ഒരു ആൽക്കൈൽ ഹാലൈഡ് സോഡിയം ആൽക്കോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്ത് ഈതർ ഫോം ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് വില്യംസൺ സിന്തസിസ്. ഉണ്ടോ, RX + R-ONA. നമുക്ക് പ്രോഡക്റ്റ് എന്ത് വരും? ഈ സോഡിയം Xും തമ്മിൽ സോഡിയം ഹാലൈഡും എലിമിനേറ്റ് ചെയ്യും. ROR കണ്ടോ, പ്രോഡക്റ്റ് ആരും ഫോം ചെയ്തു? ഒരു ഈതറും നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്ത്. അപ്പോൾ കണ്ടോ, ആൽക്കൈൽ ഹാലൈഡും സോഡിയം ആൽക്കോക്സൈഡും റിയാക്ട് ചെയ്ത് ഈതർ ഫോം ചെയ്യുന്ന ഈ റിയാക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? വില്യംസൺ സിന്തസിസ്. അപ്പോൾ ഈതറിൻ്റെ പ്രിപ്പറേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെമിക്കൽ റിയാക്ഷനായിട്ട് നമുക്ക് വില്യംസൺ സിന്തസിസ് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ഈതറിൻ്റെ മെയിനായിട്ടുള്ള 2 പ്രിപ്പറേഷൻസും പഠിച്ചു. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈതറിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, ഈതറിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിയാക്ഷനായിട്ട് നമ്മൾ പറയുന്നത് ഹാലജൻ ആസിഡായ HI അഥവാ HBr ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഈതർ ഇതേ നോക്കിക്കേ, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള HI അഥവാ HBr ആയിട്ട് റിയാക്ട് ചെയ്താൽ ഹൈ ടെമ്പറേച്ചറിൽ അതിലെ ബോണ്ട് ക്ലീവേജ് എവിടെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് CH3 CH CH3 OCH2 CH3 HX നമുക്ക് പറയാം HI അല്ലെങ്കിൽ ആരെടുക്കാവുന്ന HI എടുക്കാം അല്ലെങ്കിൽ ഓർ HBr.
ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഈതറിൻ്റെ പ്രത്യേകത നോക്കണം. ഇവിടെ ഓക്സിജൻ അറ്റാച്ച് ചെയ്ത കാർബൺ 2 കാർബൺ ആറ്റമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഓക്സിജൻ അറ്റാച്ച് ചെയ്ത കാർബൺ ഒരു കാർബൺ ആറ്റമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഒരു പ്രൈമറി, അതായത് നമ്മുടെ ഈതറിൽ പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, പ്രൈമറി ഓർ സെക്കൻഡറി ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, ഈ റൂള് പ്രത്യേകം ഓർത്തോണം, ഈതറിൽ പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ഹൈഡ്രജൻ ഹാലൈഡ് HI ആയിട്ടൊക്കെ റിയാക്ട് ചെയ്താൽ എപ്പോഴും നമ്മുടെ ന്യൂക്ലിയോഫൈലായ ഹാലജൻ, അയഡിൻ അല്ലെങ്കിൽ ബ്രോമിൻ വരുന്നത് ആൽക്കൈൽ ഗ്രൂപ്പ് കുറവുള്ളിടത്തായിരിക്കും കേട്ടോ. ലെസ്സർ ആൽക്കൈൽ ഗ്രൂപ്പ് ഉള്ളിടത്തെ നമ്മുടെ ന്യൂക്ലിയോഫൈലായ അയഡിൻ വരുള്ളൂ. അപ്പോൾ ദേ നോക്കിക്കേ, ലെസ്സർ ആൽക്കൈൽ ഗ്രൂപ്പ് ഉള്ളത് നോക്കിക്കേ റൈറ്റ് സൈഡിലാണ്, അവിടെ അയഡിൻ വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം ഈ ബോണ്ടേ ബ്രേക്ക് ചെയ്യുള്ളൂ. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ ഓക്സിജന് മൈനസ് ചാർജും വരും, ഇവിടെ എക്സ് അഥവാ ഹാലജന് കണ്ടോ കാർബൺ ആറ്റത്തിന് പോസിറ്റീവ് ചാർജും വരും. അപ്പോൾ അത് HX എന്ന് പറയുന്ന H+ ഉണ്ട്, X- ഉണ്ട്. അപ്പം കണ്ട H നേരെ ലെഫ്റ്റിലായിട്ട് കണ്ട CH3 CH CH3 OH വന്നു, CH2+ അകത്ത് നെഗറ്റീവ് ചാർജുള്ള X വന്നു. ഇങ്ങനെയായിരിക്കും ബോണ്ട് ക്ലീവേജ് നടക്കുന്നത്. ഓക്കെ അല്ലേ? എങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. ഇതേ നോക്കിക്കേ, ഒരു ഈതറ കൊടുത്തിരിക്കുന്ന ബെൻസീൻ്റെ അകത്ത് CH2O കണ്ട C6H5. ഇത് HI ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷനാണ് നമുക്ക് ചോദിച്ചിരിക്കുന്ന പ്രോഡക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഈതറിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കിക്കാണാം. ഇവിടെ C6H5 CH2 ഒരു ആൽക്കൈൽ ഗ്രൂപ്പും ഉണ്ട് ഈതറിൽ. അതുപോലെ തന്നെ ഓക്സിജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കണ്ടോ ഒരു ആൽക്കൈൽ അരയിൽ ഈതറാണ്. ഒരു കണ്ടോ ഓക്സിജൻ ഡയറക്റ്റ് ബെൻസീൻ റിംഗിലും വന്നിട്ടുണ്ട്, ഓക്സിജൻ പിന്നെ ഒരു ആൽക്കൈൽ അഥവാ ബെൻസൈൽ ഗ്രൂപ്പുമായിട്ടും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു ആൽക്കൈൽ അരയിൽ ഈതർ തന്നു കഴിഞ്ഞാൽ പ്രത്യേകം ഓർത്തോണം, ഓക്സിജനും ആ ബെൻസീൻ റിങ്ങുമായിട്ടുള്ള ബോണ്ട് ഒരിക്കലും ബ്രേക്ക് ചെയ്യില്ല. കാര്യം നിങ്ങൾക്കറിയാം, ഈ ഓക്സിജൻ ആറ്റത്തിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ റെസണൻസിൽ പങ്കെടുക്കുമ്പോൾ ഈ ഓക്സിജനും ഈ ബോണ്ട് അല്ലെങ്കിൽ ബെൻസീനായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ബോണ്ടിന് കണ്ട ഒരു ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരും. നമുക്ക് കണ്ട ഈ ബോണ്ടിന് ഒരു ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരും. അതുകൊണ്ട് ബോണ്ട് ക്ലീവേജ് ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് ഒരു ആൽക്കൈൽ അരയിൽ ഈതറിൻ്റെ കേസിൽ ഓക്സിജനും ഡയറക്റ്റ് ബെൻസീൻ റിങ്ങുമായിട്ടുള്ള ആ ബോണ്ടിന് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരുന്നത് കൊണ്ട് ബോണ്ട് ക്ലീവേജ് ഡിഫിക്കൽട്ടാണ്. ആ ബോണ്ട് ഒരിക്കലും ബ്രേക്ക് ചെയ്യില്ല. അതുകൊണ്ട് നമുക്കറിയാം ഏത് ബോണ്ടേ ഇവിടെ ബ്രേക്ക് ചെയ്യുള്ളൂ, ഓക്സിജനും കണ്ടോ ഈ CH2 തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഓക്സിജന് മൈനസ് ചാർജും വരും, CH2 പോസിറ്റീവ് ചാർജും. HIയുടെ അകത്ത് H+ ഉണ്ട്, I- ഉണ്ട്. അപ്പോൾ കണ്ടോ CH2+ അവിടെ Iയും വരും, O- അവിടെ Hഉം വരും. ആൻസർ ഏത് ഓപ്ഷൻ? നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ അല്ലേ? അപ്പം ഒരു ആൽക്കൈൽ അരയിൽ ഈതർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും കേട്ടോ ഓക്സിജൻ ബെൻസീൻ ആയിട്ടുള്ള ബോണ്ട് ഒരിക്കലും നിങ്ങൾ ബ്രേക്ക് ചെയ്യരുത് കേട്ടോ. ഓക്കെ, ആൽക്കൈൽ ഗ്രൂപ്പും ഓക്സിജനും തമ്മിലുള്ള ബോണ്ട് വേണം നിങ്ങൾ ബ്രേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഈതറിൻ്റെ കെമിക്കൽ റിയാക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെമിക്കൽ റിയാക്ഷനാണ് ഹൈഡ്രജൻ ഹാലൈഡ് ആയിട്ടുള്ള HBrഉം HI ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ്. അപ്പം നമ്മൾ ആൽക്കഹോൾ ഫിനോൾസ് എന്ന ചാപ്റ്ററിലെയും എല്ലാ കൺസെപ്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ചാപ്റ്റേഴ്സായ ഏതൊക്കെയായിരുന്നു? നമ്മുടെ ഹൈഡ്രോ കാർബൺസ്, ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അരീൻസ്, അതുപോലെ തന്നെ ആൽക്കഹോൾ ഫിനോൾസ് ആൻഡ് ഈതേഴ്സ് എന്ന 3 ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു. നിങ്ങളുടെ കീമിന് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും അതുപോലെ തന്നെ ഏറ്റവും നിങ്ങൾ നന്നായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാവരും ഈ എല്ലാ കൺസെപ്റ്റും നന്നായിട്ട് പഠിക്കുക, നന്നായി സ്കോർ ചെയ്യുക. താങ്ക് യു ഓൾ ഓഫ് യു.